ഈ ദൈവാത്മാവ് കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായിട്ടാ. സംശയത്തിന് ഉതകുന്ന ഒന്നും പറയത്തില്ല. ഗിദെയോനോട് ദൈവം പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ എത്രയാ? ഞാൻ ആ വാക്യം മറന്ന്, നിങ്ങളൊന്ന് വായിച്ചേ. എനിക്ക് ഭയങ്കര മറവി പോലെ. സുബി കണ്ടോ? ഗിദെയോനോട് പറഞ്ഞില്ലയോ അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്. അന്ന് രാത്രി എത്ര? 16-ാം വാക്യം. എത്രയാം വാക്യം? 6:25. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്. ഗിദെയോനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെ. അന്ന് രാത്രി ഗിദെയോനോട് ദൈവം കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ, നിന്റെ അപ്പന്റെ, വല്ലവരുടെ അപ്പന്റെ കാര്യമല്ല പറഞ്ഞേ. ദൈവം പറയുന്നത് ഇങ്ങനെ, നിന്റെ അപ്പൻ. അല്ലാതെ ഫാദർ ഉണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഓർത്തോടെ ഇവൻ കയ്യിൽ നിന്ന് ഇടുന്നതാ. പിള്ളേരുണ്ടോ? ദൈവം പറയുന്നത് കൃത്യമായിട്ട് പറയാം, നിന്റെ അപ്പന്റെ ഇളയ കാളയായ. കാള എത്രാമത്തെ? ഇളയ കാളയാ കേട്ടോ. അല്ല, ഞാനൊരു കാളയെ കാണുന്നു. ഗ്ലോറി. നിന്റെ അപ്പന്റെ ഇളയ കാള. ഇനി കാളയുടെ പ്രായം 7 വയസ്സുള്ള. കാളയുടെ പ്രായം വരെ കർത്താവ് പറഞ്ഞു. നിന്റെ അപ്പന്റെ കാള, ഇളയ കാള, കാളക്ക് 7 വയസ്സ്. രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിന്റെ. ഒന്നുകൂടെ വായിച്ചേ. നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. അപ്പൊ അപ്പൻ എത്ര കാളയുണ്ടെന്നാ? യോ, എത്ര കാളയുണ്ടെന്ന് ഒന്നുകൂടെ വായിച്ചേ. ഒന്നും തിരിയുന്നില്ലേ? നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട്. രണ്ടാമത്തെ കാള. അപ്പൊ 2 കാളയാ. ഇളയ കാളയാ 7 വയസ്സുള്ള കാള. മൂത്ത കാളയുടെ പ്രായം പറഞ്ഞില്ല. അതിനെ അല്ലല്ലോ കണ്ടിക്കേണ്ടത്. ഇങ്ങനെ ആ ദൈവം പറയുന്നേ. അല്ലാതെ ഇന്നത്തെ തട്ടിപ്പുകാർ പറയാൻ പോലെ ചില കാളകളെ കാണുന്നു. എന്നാ തള്ള പറ, കാളയല്ല പശുവാ. എന്തോ പശു പ്രസവിക്കുമ്പോഴാണല്ലോ തടിതപ്പും പിന്നെ തടിതപ്പും. പണ്ട് ഉപദേശിച്ച് പ്രസംഗിച്ചു. പുള്ളിക്ക് വലിയ തീട്ടമില്ലായിരുന്നു. അപ്പം പുള്ളി അഹരോന്റെ തടി തളിർത്തു. അപ്പൊ തടിയുടെ കാതല്, തടിയുടെ വെള്ള, എങ്ങനെയാണ് തടിയുടെ ഇതെല്ലാം പുള്ളി നല്ല ഗംഭീരം പ്രസംഗം. അറിയാവുന്ന ഒരു സഹോദരി യോഗം കഴിഞ്ഞ വന്ന്, പാസ്റ്ററെ തടിയല്ല വടിയെന്നാണല്ലോ. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി വെട്ടിനാണ്. പുള്ളി മിടുക്കനെ. പുള്ളി പറഞ്ഞു, അമ്മാമേ തടിയിൽ നിന്നല്ലോ വടിയുണ്ടാകുന്നത്. അത് ശരിയാ. എന്തെല്ലാം സൂത്രങ്ങളാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ട് ഇടപെടും. വളരെ സ്പഷ്ടമായിട്ട് ദൈവം ഇടപെടും. അങ്ങനെ ആ ദൈവാത്മാവ് ഇടപെടും. നാട്ടിൽ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യഹൂദയിലെ ബേത്ലഹേം. അത് പറയാൻ കാര്യം, സെബുലൂൻ മക്കൾക്ക് അവകാശമായി കൊടുത്ത സ്ഥലത്തൊരു ബേത്ലഹേം ഉണ്ട്. അത് തെറ്റരുത്. 2 കാര്യം പറഞ്ഞ ആ ഭാഗം വിടാം. ഒത്തിരി ഇന്ന് പറയാനുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ ശാരീരികമായിട്ട് വളരെ പ്രയാസമുള്ളത് കൊണ്ട് ഇന്ന് വീടിന് വെളിയിൽ ഇറങ്ങിയില്ല. അതുകൊണ്ട് ഗുണമായി. വചനം ഇങ്ങനെ ധ്യാനിച്ച് ഒരു എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ ഇങ്ങോട്ട് പോരുന്ന വരെ 5 മണി വരെ വചനം ധ്യാനിക്കുകയായിരുന്നു. സ്തോത്രം. ഭക്ഷണവും കഴിച്ചില്ല. വിശപ്പില്ലാഞ്ഞിട്ടല്ല, വയറ്റിന് സുഖമില്ലാത്തത് കൊണ്ടാണ്. അത് കഴിച്ചേച്ച് ഇവിടെ വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ നിന്ന് പറയാൻ അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ഇന്ന് ഏറെ സമയം ദൈവത്തിന്റെ വചനത്തിന്റെ ചുറ്റാകെ ഇരിക്കുകയായിരുന്നു. അത് വളരെ അനുഗ്രഹമായി. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദയിലെ ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നത്. അതെന്താ യഹൂദയിലെ ബേത്ലഹേമിൽ ഇത്ര കൃത്യമായിട്ട് അവിടെ തന്നെ ജനിക്കാൻ കാര്യം? ബേത്ലഹേം എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാ. എഫ്രാത്ത് അതും ഒരു സഹോദരിയുടെ പേരാ. ആ ചരിത്രത്തിലോട്ടൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല.
കാലേബിന്റെ വപ്പാട്ടിയെ പറ്റിയും കാലേബിനെ പറ്റിയൊക്കെ പ്രസംഗിച്ചെങ്കിലേ ആ ഭാഗത്തിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ സ്ഥലത്ത് ജനിക്കാൻ കാരണമെന്നാ? രണ്ട് കാര്യം പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മകത്ത് യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കാനുള്ളതിന്റെ പല കാരണങ്ങളിൽ ഒരു കാര്യം, ഇത് എഫ്രാത്ത്. നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചേ സുബി. 35-16 മുതൽ. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യാക്കോബും കുടുംബവും കൂടെ പോകുക. യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദന ഉണ്ടായി. പിന്നെ അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനാ. പശ്ചാത്തല ഭാഗം അറിയാം. അപ്പന്റെ വീട് വിട്ടിങ്ങോട്ട് പോന്നു. ഗൃഹബിംബം അടിച്ചു മാറ്റി. ഗൃഹബിംബം മോഷണം ഒരു കലയാന്നേ. നമ്മൾ ചെയ്താൽ ഒക്കുകയല്ല. ഒരു പേന എടുത്താൽ തന്നെ അത് ശരിയാകുകയല്ല. അത് കണ്ടുപിടിക്കും. എന്നാൽ അത് കലാപരമായിട്ട് മൂട്ടിക്കുന്നവരുണ്ട്. അതൊരു കലയാണ്. പാചക കല എന്ന് പറഞ്ഞ പോലെ മോഷണം ഒരു കലാപരമായിട്ടല്ലേ. പാൻറ് കീറി ആ പേഴ്സ് എടുത്ത് അവൻ അറിയാതെ, അതൊക്കെ വലിയ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്. ചുമ്മാ ചപ്പറം ചിപ്പറം കീറുകയെന്നോ. പാൻറിട്ടവൻ അറിയുന്നില്ല, പേഴ്സ് പോയത് അറിയുന്നില്ല, ആ വണ്ടിക്കകത്തോ വാഹനത്തിൽ നിൽക്കുന്ന വേറെ ആരും ഇത് അറിയുന്നില്ല. വളരെ വളരെ ബുദ്ധിയോടെ അടുത്ത സ്റ്റോപ്പിലിറങ്ങി. നമ്മളെ കൊണ്ടൊക്കുകയല്ല. അപ്പൊ ഇതൊരു കലയാ. ആ കലയിൽ ഈ കലാതിലകം കിട്ടിയതാ റേച്ചൽ ജേക്കബിന്. മോഷണത്തിന്റെ കലാതിലകം. അമ്മാമ അപ്പന്റെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോ ഗൃഹബിംബം അടിച്ചു മാറ്റിയെന്ന്. ഏതായാലും പോവാന്നാ പിന്നെ ഇതുകൂടി ഇരുന്നോട്ടെന്ന്. അതോ അതെടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട്, അത് അതിലും എന്ത് ബുദ്ധിയാ. ജേക്കബ് ഇതറിയുന്നില്ല. കലാപുലി പോലെ 11 പിള്ളേര്. അയ്യോ, എല്ലാം ഒന്നുകൊന്നുക്ക് ഇവന്മാർ ഒരെണ്ണം. അപ്പൊ ഈ തള്ള എന്നാ തള്ളയാ. 11 പിള്ളേർ, ഒരു പെങ്കൊച്ചും അറിയാതെ, ഭർത്താവും അറിയാതെ. മാത്രമാണോ ചേട്ടത്തി ലേയാമ്മ, 2 ദാസിമാര് ബിൽഗ ശില്പ, ആങ്ങളമാര്, അപ്പൻ, ഇവരോ ആരും അറിയാതെ. എന്തോ കഴിവാ. ചെല്ലുപടത്തിൽ അമ്മാമ്മയ്ക്ക് ഭയങ്കര കഴിവാ. നല്ലതാന്നേ കുഴപ്പമില്ല, ഇങ്ങനെയാന്നേ വലിയ കുഴപ്പമാണ്. വളരെ കലാപരമായിട്ട് ഈ വിഗ്രഹം അടിച്ചു മാറ്റി. അത് ഒട്ടകക്കോപ്പിനകത്തിട്ടെന്നുള്ളതാ. എന്നിട്ട് അമ്മാമ്മയും ജേക്കബിന്റെ കൂടെ പോകുക. അമ്മാമ്മയും പാട്ട് പാടുക. ചെറിയാച്ചന്റെ പാട്ട്, മോക്ഷയാത്രയാണിത്. അപ്പൊ പാടുമ്പോ ഇത് വന്ന് അടിക്കുക. ബിംബമേ. അപ്പൊ ചോദിച്ചു അമ്മാമ്മ എന്നെ ഒരു പ്രത്യേക സ്വരം. അത് വർഷിപ്പിന്റെ മെത്തേഡ് മാറ്റിയെന്ന്. പുതിയ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നേക്കുക വർഷിപ്പിന്റെ. ആട്ടെ, ഇതാരും അറിഞ്ഞില്ല. വളരെ നയപരമായിട്ട് ബുദ്ധിപരമായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടാരത്തിൽ കൊണ്ട് കയറ്റി. ഓടിപ്പോയെന്ന് ലാബാൻ അറിവ് കിട്ടിയപ്പോൾ അവൻ ആൾക്കാരെ എല്ലാം കൂട്ടത്തിൽ വന്നു. എന്തിനേറെ കൂടാരമെല്ലാം പരിശോധിച്ചു. സകല കൂടാരവും പരിശോധിച്ച് യാക്കോബ് യാക്കോബിനോട് പറഞ്ഞു, നീ വെപ്രാളത്തോട് ഓടിപ്പറഞ്ഞ എന്നോട്, എൻ്റെ മോനെ എന്നോടൊരു വാക്ക് പറയണ്ടേ, ഞാനൊരു നല്ല സെൻറ്റോ മീറ്റിംഗ് തരികയല്ലേ. കൊള്ളാം. ഈ കണ്ണുകടിയുള്ളവൻ്റെ സെൻറ്റോ മീറ്റിംഗ് മേടിക്കാതിരിക്കുന്നതാ നല്ലത്. ചുമ്മാ സഭയിൽ കിടന്ന് ഒടക്കും വഴക്കും പുക്കാറും ഉണ്ടാക്കിച്ച് പിന്നെ പോകുന്നതിൻ്റെ തലയാഴ്ച സെക്രട്ടറി വന്ന് പറയും, പാസ്റ്റർ കുടുംബം പൈത്തോമിലോട്ട് പോകണം ചില കാര്യങ്ങൾ. ഉടനെ സെക്രട്ടറിയുടെ അഭിപ്രായമാ, ഇതേക്കെ വിട്ടിരുന്നപ്പോൾ അല്പം ഉടക്കും പ്രശ്നവും ഒക്കെ ഉണ്ട്. നമുക്ക് പറയാം, നമ്മൾ ഉടക്കി, പുള്ളി ഉടക്കി. എന്നാലും നമ്മുടെ മാന്യത, ഈ ഉടക്കുണ്ടാക്കുന്നതിനൊക്കെയാണോ മാന്യതയുള്ളത്? എന്നാ മാന്യത? നമ്മുടെ മാന്യത അനുസരിച്ച് നമുക്ക് പുള്ളിക്ക് എന്തേലും ഒന്ന് ഈ പുസ്തകത്തിലെ വാക്യം, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്, അവൻ്റെ സാധുഭോജ്യങ്ങളെ അതൊന്നും അറിയത്തില്ലയോ, അത് ആസ്വദിക്കുകയും വേണ്ടെന്ന് അവൻ പറയും. തിന്നു കുടിച്ചോ, പക്ഷെ അവൻ്റെ ഹൃദയം അത്ര നല്ലതല്ല.
ലാബാനതാണ്. കാരണം ഈ സംസാരവും പ്രവൃത്തി ഒന്നും നല്ലതല്ല. വായിച്ചേ 31:1 ഉൽപ്പത്തി 31:1. പെട്ടെന്ന്. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. എന്നാൽ തങ്ങളുടെ അപ്പനുള്ളതൊക്കെ യാക്കോബ് എടുത്തു കളഞ്ഞു. നിങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചുവെന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അളിയന്മാര് പറഞ്ഞത് ഇല്ലേ, ഈ അളിയൻ കേട്ടു. എല്ലാ അളിയനും കൊള്ളാം. ഈ അളിയൻ വലിയ അളിയനാ. കാരണം അപ്പനെ കളിപ്പിച്ചാ ഈ അളിയൻ ഇങ്ങോട്ട് വന്ന് നല്ല അളിയനാ. ഈ അളിയൻ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു. ഈ അളിയനെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. എല്ലാ അളിയനും കൊള്ളാം. അപ്പൊ അളിയന്മാര് പറയാ, നമ്മുടെ അപ്പനെ കളിപ്പിച്ച ഇവൻ ഈ ധനമല്ല. ഇവരുടെ അപ്പനാണ് ജേക്കബിനെ 10 പ്രാവശ്യം കളിപ്പിച്ച് വെച്ചിരിക്കുക. എല്ലാം കൊള്ളാം. ഒന്ന് കൊന്നിക്ക്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചനുണ്ട്, ഒരാറെ പോയതെല്ലാം പൂളോനും പിള്ളേരും എല്ലാം കൊള്ളാം. അപ്പൊ ഈ അളിയന്മാര് പറയാ, നമ്മുടെ അപ്പനെ കളിപ്പിച്ച ജേക്കബ് ഇതെല്ലാം സമ്പാദിച്ചത്. അടുത്ത വാക്യം, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാൽ. അപ്പൊ ഈ അളിയന്മാര് പറഞ്ഞു, ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെ യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു വന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അപ്പൊ ഈ പറഞ്ഞവരോടൊന്നും മറുപടി പറഞ്ഞില്ല. ഉടനെ ഈ ജേക്കബ് അമ്മായിയപ്പന്റെ മുഖത്തോട്ട് നോക്കിയില്ല, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല. അപ്പൊ അളിയന്മാരുടെ ഡയലോഗും അമ്മായിയപ്പന്റെ മോന്തയും കണ്ടപ്പോ മനസ്സിലായി ഇവനൊന്നും ഉള്ളിൽ വലിയ, നമ്മളും അങ്ങനല്ലേ, താല്പര്യമില്ലേ സ്ഥാപ അകത്ത് അണലി വിഷമാണ്. അല്ല, പുസ്തകത്തിൽ വാങ്ങിയ കാളകൂടം. ഹൈന്ദവ പുരാണത്തിലൊരു പ്രയോഗമാ കാളകൂടം. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? ഉണ്ടെന്ന് കാളകൂടം. ഹൈന്ദവർക്കറിയാം. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവരെ പരിഹരിക്കാന് പാലാഴി കടഞ്ഞെന്ന ഐതിഹ്യമാണ്. മന്ദരപർവ്വതത്തെ മത്താക്കിയും വാസുകിയെ പിടിച്ച് കയറാക്കിയും പാലാഴി ഇങ്ങനെ കടഞ്ഞ് അമൃത് പൊങ്ങി കുംഭത്തിനകത്ത് അമൃത് നിറച്ചു. അങ്ങനെ അർത്ഥധാരി വേഷമൊക്കെ എടുത്തത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഇതിനെ പിടിച്ചിട്ട് ഉലുത്തിയപ്പോൾ ഇതിൻ്റെ വായിൽ നിന്ന് വന്നത് ആ കാളകൂടം. അത്ര ഭയാനകമാണ്, വിഷമാ. നമുക്കിപ്പോൾ ആ ഭാഗത്തോട്ട് പോകണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹൃദയത്തിൽ യാതൊരു പൊരുത്തവുമില്ല. എന്നാൽ മുഖം കണ്ടപ്പോൾ മനസ്സിലായി, യാക്കോബിന് മനസ്സിലായി. അമ്മായിയപ്പന്റെ മുഖവും അളിയന്മാരുടെ ഡയലോഗും കേട്ടപ്പോൾ മനസ്സിലായി ഇനി ഇവിടെ നിന്നാ പരുവക്കേടാ. അങ്ങനെ യാക്കോബ് അവിടുന്ന് പോകുന്നത്. പോയ പോക്കിന് ഈ തള റേച്ചലെ ഗൃഹബമ്പം അടിച്ചു മാറ്റി. ഓടിപ്പോയെന്ന് ലാബാന് 2-3 ദിവസം കഴിഞ്ഞ് പറ വീട്ടി. ഉടനെ അവൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പുറകെ വന്നു, ഗിലെയാദ് പർവ്വതത്തിൽ വന്നു. അപ്പൊ പറഞ്ഞു, എൻ്റെ മോനെ, നീ എന്നോട് പറയാതൊരു കാര്യം പറയാതെ ഓടിയാ. എൻ്റെ സെന്റോ മീറ്റിംഗ് വീണ മുരജൻ തമ്പുരു. അപ്പം ജേക്കബ് പറഞ്ഞു, ചായ പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു പൊക്കോളാം, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഉടനെ പറഞ്ഞു, ആട്ടെ മോനെ, പിന്നെ നിങ്ങൾ പോന്നേ പിന്നെ ബിംബം കാണുന്നില്ല. അപ്പൊ പുള്ളി അതിന് വന്നതാ. അപ്പൊ പറഞ്ഞു, അയ്യോ ഞാൻ ബിംബം ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എത്ര കൊല്ലം നിന്റെ വീട്ടിൽ താമസിച്ചു, എന്തായാലും മോട്ടിച്ചിട്ടുണ്ടോ? നിന്റെ ആടിനെ ഒന്നിനെ ഞാൻ എടുത്തിട്ടുണ്ടോ? ഞാൻ പകല് വെയിൽ കൊണ്ടും വൈകിട്ട് ശീതമേറ്റും ഇതിനെയെല്ലാം നന്നായിട്ട് നോക്കിയില്ലേ? കടിച്ചു കയറിപ്പോതിന് ഞാനല്ലേ ഉത്തരവാദിത്തി? ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഏതായാലും നീ പോന്നേ പിന്നെ ബിംബം കാണുന്നില്ല. അപ്പൊ ജേക്കബ് പറഞ്ഞു, കൂടാരമെല്ലാം കയറി പരിശോധിക്കുക, ആരുടെയും പക്കൽ കണ്ടാൽ അവർ മരണയോഗ്യർ. അമ്മായിയപ്പൻ അമ്മാച്ചനെല്ലാം കൂടാരത്തിലും കയറി പരിശോധിച്ച് ബിംബം കണ്ടില്ല. ലാസ്റ്റ് അറ്റ കൈക്ക് മോഡറൊക്കെ വന്നു. റേച്ചൽ മോള് നല്ല മോളാ. റേച്ചൽ മോളുടെ വന്നപ്പം എൻ്റെ ഭാവനയിൽ അങ്ങ് പറയുക കേട്ടോ, അന്ന് ഇങ്ങനൊന്നുമില്ല, ഞാൻ ഇപ്പോഴത്തെ രീതി വെച്ച് ബെല്ലടിച്ചു. ഉടനെ അകത്തിരുന്നു റേച്ചൽ ആൻറ്റി, പ്രൈസ് ലോൺ. അതൊരു പ്രത്യേക ലോണാ, പ്രൈസ് ലോൺ. അപ്പം വെളി എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ് മോളെ ഇങ്ങോട്ടൊന്ന് വരണം, ഒരു കാര്യം ചോദിക്കാം. ഇല്ല ഡാഡി, ഞാൻ ഫാസ്റ്റിങ്ങിലാണ്, എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. 3 days ഫാസ്റ്റിങ്ങില്ല, അല്ലെ 7 days, അല്ലെങ്കിൽ 21 ഫാസ്റ്റിങ്ങില്ല, എഴുന്നേക്കത്തില്ല. ഞങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇപ്പം കൂടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. വിടുതൽ കാണുന്നത് വരെ പായ തന്നെ. മോളെ ബിംബം കണ്ടില്ല, ഐ ഡോണ്ട് നോ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ?
അപ്പൻ അങ്ങ് തിരിച്ചു പോയി, ബിംബമൊന്നും കിട്ടിയില്ല. എന്തിനേറെ ഈ വിഷയത്തിൽ ഒരു ക്രമീകരണം വരുത്താതെ വണ്ണം മോഷണം ഒരു കലയാക്കി കൊണ്ടുപോയ റാഗേല് യാത്ര ചെയ്ത് എഫ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോൾ, വായിച്ച എഫ്രാത്തിലെത്താൻ എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. അവിടെ വെച്ച് അവള് പ്രസവിച്ചു. അടുത്തത്, പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. പിന്നെ അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഓടിച്ചു വായിച്ചോ, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ഇടയ്ക്ക് കയറി പറയാൻ നിങ്ങൾക്ക് വചനത്തിലൊക്കെ തിട്ടമുള്ളവരാ. റാഹേൽ മരിക്കുന്നത് വേറെ പഠിതാക്കൾ പറയുന്നതും വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ദാരുണമായ ഒരു മരണമാണ്. അവിടെ ഒരു പദമുണ്ട്, ഒന്ന് കഠിനവേദന, രണ്ട് ഇങ്ങനെ ഒരു പ്രയോഗം ജീവൻ പോകുന്ന സമയം. അങ്ങനെ ഒരു പദം ഒന്ന് പോയി വായിച്ചല്ലോ, കേട്ടായിരുന്നു ഞാൻ. അങ്ങനെ ഉണ്ട്, കഠിനവേദനയായി അല്ലല്ല, ജീവൻ പോകുന്ന സമയം. മതി, ജീവൻ പോകുന്ന പദമൊക്കെ ശ്രദ്ധിക്കുക. ജീവൻ പോകുന്ന സമയം, ജീവൻ പോയിക്കൊണ്ടിരിക്കുക. എന്താ ജീവൻ പോകുക എന്ന് പറഞ്ഞ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലാ. ഈ പ്രസവത്തിൽ ബ്ലഡ് നിൽക്കുന്നില്ല, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. യാദൃച്ഛികമല്ല. അപ്പൻ പണ്ട് വന്ന് കൂടാരം പരിശോധിക്കാൻ നേരത്തെ ഇവള് പറഞ്ഞത്, എനിക്ക് എഴുന്നേൽക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. അതുകൊണ്ട് ദൈവമക്കളാകുന്ന എല്ലാവരും ശ്രദ്ധിച്ചോണം. വാക്ക് ശ്രദ്ധിക്കണേ, സംസാരം ശ്രദ്ധിക്കണേ. കള്ളം പറയരുത്, നുണ പറയരുത്. പിടിക്കും. ഏത് പൊന്നു മോളാന്നേലും ദൈവം പിടിക്കും, പൊന്നു മോനാന്നേലും ദൈവം പിടിക്കും. അപ്പനോട് കള്ളം പറയാം, ഭർത്താവിനോട് കള്ളം പറയാം, ആങ്ങളമാരോട് കള്ളം പറയാം, മക്കളോടും പറയാം. പക്ഷെ സ്വർഗത്തോടോ? ഭാര്യയോട് കള്ളം പറയാം, മക്കളോട് കള്ളം പറയാം, മാതാപിതാക്കളോട് പറയാം, സഭക്കാരോടും പറയാം. ദൈവത്തോടോ? ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു ആ വിഷയത്തിൽ ദൈവം പിടികൂടി. ജീവൻ പോകുക, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നില്ല. അങ്ങനെ മരിച്ച്. ഇതിനെപ്പറ്റി യിരെമ്യാവ് ഒരു പ്രയോഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവള് മരിക്കുന്ന സമയത്ത് ഒരു അനുതാപം ഉണ്ടായി. റാമയിലൊരു ശബ്ദം കേൾക്കാം. റാഗേൽ തന്നെ മക്കളെ ചൊല്ലി കരകുന്ന. മൂത്തവൻ യോസേഫ്, ഇളയവനായി ഇപ്പം പ്രസവിച്ച ബെന്യാമിൻ. മക്കൾക്ക് അവകാശമൊന്നുമില്ല. ഇവള് മരിക്കാൻ പോവുക. അപ്പൊ ഇവള് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ മരിക്കാൻ പോവാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല അവകാശമൊന്നുമില്ല. ലേയായുടെ പിള്ളേർക്ക് നല്ല അവകാശം കിട്ടി. രൂബേനും ശിമിയോനും ലേവിക്കും യഹൂദയ്ക്കും. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമിയോന് പ്രഭുസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യ, യഹൂദയ്ക്ക് രാജത്വം. തൻ്റെ പിള്ളേർക്ക് അവകാശമൊന്നുമില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് അവകാശമൊന്നുമില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ഇവളേറ്റ് പറഞ്ഞു. റാഹേലിനെ പറ്റി പഠിക്കുന്നത് 1 അഹങ്കാരിയ, 2 തന്നിഷ്ടക്കാരി, 3 പിടിവാശിക്കാരി, 4 ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നവൾ, 5 സൗന്ദര്യത്തിൻ്റെ ഹുങ്ക്, 6 ചേട്ടത്തിയോട് ഗുസ്തി, 7 പോട്ടെ, ഇതിനെല്ലാം വാക്യമുണ്ട്. അതുകൊണ്ടായി പറയാം. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി. ഒരിക്കൽ പറഞ്ഞു, നീ എനിക്ക് പിള്ളേരെ തന്നില്ല, ഞാൻ ചാവുമെന്ന് പറഞ്ഞു. ആത്മഹത്യാ ഭീഷണി. ഭർത്താവിനെയും ഭാര്യയൊക്കെ ഭീഷണിപ്പെടുത്തുന്നവർ ഓർത്തോണം. ഇനി ഞാൻ കാണിച്ചു തരാം ഭാര്യയോട്. ഉടനെ ഭാര്യ തന്നെ ഞാൻ കാണിച്ചു തരാം. അകത്തോട്ട് കയറി കഥക് വലിച്ചടച്ച് അനക്കവുമില്ല. അവൻ വന്ന് പറയാ, മോളി പാതിരാത്രിക്ക് ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? അപ്പനെ വിളിക്കാൻ പറ്റുമോ? അമ്മയെ വിളിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, കൂട്ടുകാരെ വിളിക്കാൻ പറ്റുമോ? അവൻ തീ തിന്നിരിക്കുക. അന്നേരം അവൾ അകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക.
ചാകുന്നവരങ്ങനൊന്നുമല്ല. പണ്ടൊരു തള്ള ചാകാൻ പോയി. അങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വന്നതിന് ചാറ്റമഴയുണ്ടെന്ന് മുറവെടുക്കാൻ വന്നതാണ്. ആറ്റിച്ചാടുന്ന എന്തിനാ ചാറ്റമഴ? ആറ്റിലോട്ടല്ലേ ചാടുന്നേ. അപ്പം ഇത് ചാടാനും ചാകാനും ഒന്നുമല്ല, ചുമ്മാ ഭീഷണിയാ. ഇവള് യാക്കോബിനോട് പറഞ്ഞു, മക്കളെ തന്നില്ലേ ചാകുമെന്ന്. യാക്കോബ് പറഞ്ഞു, യോ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ? നീ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. മക്കളെ തരുന്ന യഹോവയല്ലയോ? മക്കളെ തരുന്ന ദൈവമല്ലയോ? മക്കളെ യഹോവ തരുന്ന ഈ അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലോ, വീരന്റെ കയ്യിൽ അസ്ത്രവും അങ്ങനെയില്ലയോ യൗവനത്തിലെ മക്കൾ? നീ എന്തുവാ ഈ വർത്താനം പറയുന്നേ? ഇവള് പറഞ്ഞത് അതിലെ ചാകുമെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. അപ്പൊ സ്വർഗം, ഈ വാക്കൊക്കെ ശ്രദ്ധിച്ചോണം. സ്വർഗം ഇത് കേട്ടു. ഇവള് പറഞ്ഞ മക്കളെ തന്നില്ലേ ചാകും. തമ്പുരാൻ കൊച്ചിനെ പിടിച്ചോ, നീ ചത്തോ? കൊച്ചിനെ പിടിച്ചോ, പക്ഷെ നീ ചത്തോ. നിന്റെ ആഗ്രഹമല്ലേ ചാകുമെന്ന്? വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചോണം. മക്കളെ തന്നില്ലേ ചാകും. മലാഖി വായിക്കുന്ന നന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ എന്നതാ തമ്മിൽ ഗുണം വരുന്ന കാര്യമാണോ പറഞ്ഞത്? വായിച്ചേ 13 മുതൽ 3:13 മുതൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഭക്തന്മാരുടെ വർത്താനമാ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഇതാ ഭക്തന്മാര് ഡിസ്ട്രിക്റ്റിന്റെ സെന്ററിന്റെ ഒക്കെ കൂട്ടായ്മ കൂടുമ്പോൾ ഭക്തന്മാര് പറയും, ഓ എന്റെ ജോർജ് കുട്ടി ചിലപ്പോ ഓർക്ക് ഈ വേല വേണ്ട, വേലയാണ് അത് നിർത്തുന്നതാ. ചില സഹോദരിമാര് പറയത്തില്ല, എൻ്റെ അമ്മാമ എനിക്ക് ജീവിക്കണമെന്നേ, എന്നാ ഇന്ന് രാത്രി തന്നെ ചാകുന്ന നല്ലത്, ഞാനും ഉണ്ട് നല്ല പാട്ട് പാടി നിന്നെ അടക്കാം. എൻ്റെ നല്ല പാട്ടിരിപ്പുണ്ട്, ഇതുവരെയും പാടാത്ത പാട്ട്. പിന്നെ ഭക്തന്മാര് സംസാരിക്കുക. ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ നിന്റെ നേരെ അല്ലെന്ന് 13 ഒന്നുകൂടെ വായിര്. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായി. പറയാ, നിങ്ങളുടെ വാക്ക് വളരെ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇവര് തിരിച്ചു വായിക്കും, ഞങ്ങൾ എന്തോ പറയാന്. അടുത്ത വാക്യം. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഇതാ ഇപ്പോഴത്തെ പറയുന്നത്. ഓ ഞാന് വേലക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നും, നല്ല ജോലിയായിരുന്നു തങ്കച്ചായ, പക്ഷെ എന്നാ ചെയ്യാൻ, അന്നേരം എടുത്തങ്ങ് ഇപ്പൊ പറയുക യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമാണ്. പിന്നെ ഞങ്ങൾ അവന്റെ കാര്യം കാര്യമാണ് നോക്കുന്നത്. വീട്ടുകാര്യം ഒന്നും നോക്കുന്നില്ല, പിള്ളേരുടെയോ ഭാര്യയോടോ ഒരു കാര്യവും നോക്കുന്നില്ല, അവിടുത്തെ കാര്യമാണ് നോക്കുന്നത്. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നത്. യഹോവയുടെ മുമ്പ്, സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പ് ആകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് അവിടെ കറുപ്പെന്ന് ഉദ്ദേശിക്കുന്ന ഉപവാസം. ഓ ഞങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്കി ഉപവസിച്ചും പ്രാർത്ഥിച്ചും ശുശ്രൂഷയൊക്കെ ചെയ്യാൻ എന്തോ ചെയ്യാനാ. അടുത്ത വാക്യം. ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അതുകൊണ്ട് നിർത്തി. എന്നിട്ട് പറയാ, ഓ അവർക്ക് നല്ല വെച്ചടി കയറ്റമാകും കേട്ടോ. അഹങ്കാരികളെ നോക്കി ചോദിക്കോ, ഭയങ്കര ഭാഗ്യമാ. അതിനാ ഈയിടെയും പൂട്ടാൻ ടാറ്റ അടിച്ചു. ഭയങ്കര ഭാഗ്യമാ. പിന്നെ ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. അയ്യോ, ദുഷ്പ്രവർത്തിക്കാരല്ലേ അഭ്യുദയം പ്രാപിക്കുന്നു. പിന്നെ ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. അവർക്കൊരു കുഴപ്പവുമില്ലല്ലോ. പിന്നെ യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ ഇതാ ഭക്തന്മാര് സംസാരിച്ചല്ല, ഗുണം വരുന്ന കാര്യമൊന്നുമല്ല. വേല ചെയ്തത് വെറുതെ, ഇറങ്ങിയത് വെറുതെ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ കർത്താവിന്റെ വേല ചെയ്തിട്ട് ഇതുവരെ ഒരു മെച്ചമൊന്നും വന്നിട്ടില്ലല്ലോ. വീടില്ല, വണ്ടിയില്ല, വസ്തുവില്ല, ഒന്നുമില്ല, വാടകയും കൊടുക്കാനില്ല. എന്നാ ചെയ്യാനാണ്ട് അവരെ നോക്കി കണ്ടുപഠിക്കും, ഒരു കുഴപ്പവും. അവൻ ഇന്ന് വരെ പള്ളിയിൽ പോലും വരുന്നില്ല. അവന് പക്ഷേ വെച്ചടി. അല്ല, ഇത് നിർത്താതെ കൊണ്ട് ഒന്നുകൂടെ വായിച്ച യെരമ്യാ 9:1 വാക്യങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞു കുഴപ്പമില്ലല്ലോ. വായിരേ. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് ഇരമ്യാവനങ്ങ് കണ്ണുനീരും പ്രാർത്ഥനയാ. ഇനി 12 ഒന്നുകൂടെ വായിക്കണം.
യഹോവേ ഞാൻ നിന്നോട് വാദിച്ച നീ തന്നെ നീതിമാൻ, എങ്കിലും ഞാൻ ന്യായങ്ങളെ കുറിച്ച് നിന്നോട് ചോദിപ്പാൻ ഒന്ന് രണ്ട് കാര്യം ചോദിക്കാൻ. ന്യായം ചോദിക്കാൻ ദൈവത്തോട്. എന്തുവാ ന്യായം? വായിക്ക്. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? അടുത്തത്, രോഗം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയന്മാരായിരിക്കും. അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. കുംഭകോണം നടത്തുന്ന വ്യക്തിക്ക് ഒരു കുഴപ്പോ ഇല്ല. വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവന് ഒരു കുഴപ്പോ ഇല്ല. മറ്റുള്ളവനെ തകർക്കാൻ പദ്ധതി ഇടുന്നവന് ഒരു കുഴപ്പമോ. ഇതൊക്കെയായി ഇപ്പൊ ചിന്തിക്കുന്നത്. ഇതാ നമ്മുടെ ആൾക്കാരും ഇതൊക്കെ തന്നെ ചിന്തിക്കുന്നത്. അടുത്ത വാക്യം, നീ അവരെ നട്ട് അവർ വേരൂന്നി വളർന്ന് ഫലം കായ്ക്കുന്നു. അങ്ങനുണ്ട്. അവരുടെ വായിൽ നീ സമീപസ്ഥനായി, പക്ഷേ അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇങ്ങനെയൊക്കെയാ. പക്ഷെ ഞാൻ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിട്ട് എനിക്കൊരു മേന്മയും നന്മയൊന്നും ഇല്ല. അല്ല, ഇത് തന്നെയല്ലയോ ആസാപം പറഞ്ഞ 73:1 വായിച്ചു, പെട്ടെന്ന് വായിച്ചോ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു, നിശ്ചയം തന്നെ. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. പിന്നെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് പുള്ളിക്കും ഇത് തന്നെ. ആസാപ്പ് പാട്ടുകാരനാ, മെയിൻ പാട്ടുകാരനാ, സംഗീത തലവൻ. ആസാപ്പ് തലവൻ. 16:4 വായിരു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16:4 വായിര്. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ. ഇതാ സംഗീതത്തിന്റെ തലവനാ. ആരാ? ലേവി ഗോത്രത്തിൽ കോരക കുലത്തിൽ ബേരക്യാവിന്റെ മകൻ ആസാഫ് 15-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആസാഫ് പാട്ട് പാടാൻ ലീഡറാ, സംഗീതത്തിന്റെ തലവനാ. പക്ഷെ പുള്ളി എന്റെ ഭാവനയാകട്ടോ, സംഗീത ശുശ്രൂഷയെല്ലാം ചെയ്യും നന്നായിട്ട്. ഇപ്പോഴത്തെ രീതി പ്രൈസ് ആൻഡ് അല്ല, വർഷിപ്പ് ലീഡർ. അതാ പുള്ളി, വർഷിപ്പ് ലീഡർ. എൻ്റെ ഒരു ഭാവന അങ്ങ് പറയാം. വർഷിപ്പ് സ്തുതിച്ചാട്ടെ, ഒരിക്കൽ കൂടി പോരാ, ഹല്ലേലൂയ. ഇവനിങ്ങനെ തയ്യക്കാരൻ നിൽക്കും പോലെ പോരാന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ അതിന് ഒരിക്കൽ കൂടെ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി വീശി അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇളകുക. അങ്ങനെ ആണല്ലോ ഒരു താറാവ് വെള്ളത്തിൽ ചാടിയാ പുറകെ വരുന്ന താറാവല്ല. അങ്ങനെയാണ് നമ്മുടെ ആരാധന. നീ എന്തിനാടാ ചാടിയത്? പെണ്ണമ്മ ചാടുമ്പോ പിന്നെ ഞാൻ എന്നാ പുറകെ നിൽക്കും. അപ്പൊ ഇങ്ങനെ ഭയങ്കര ആരാധന, ഇളക്കമാണ്. പുള്ളി എല്ലാവരും ഇളക്കി പാട്ടുമൊക്കെ പാടിപ്പിച്ച് പുള്ളി പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാം നടത്തി വെച്ച് പുള്ളിയുടെ ടൈം കഴിഞ്ഞ ഉടനെ പുള്ളി സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പുള്ളി ചിന്തിക്കുക, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അവർക്ക് വേദന. പുള്ളി ഇത്രയും പാട്ട് പാടിയച്ച് ഇപ്പം പറയാ, ഞാൻ ഈ പാടുന്നതിനനുസരിച്ച് എനിക്ക് വേദനയല്ലാതെ അവരുടെ കണ്ണെല്ലാം പുഷ്ടി കൊണ്ട് എൻ്റെ മൂക്കിൽ നിന്ന് കണ്ണേ പോണേ ഓട്ടോ പിടിക്കണം. അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് പിന്നെ അവരുടെ അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. ഒട്ടും വേദനയില്ല. പിന്നെ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അതും സങ്കടമാണ്. പുള്ളി ഒന്നിനൊന്നിന് കുരഞ്ഞു വരിക. അപ്പൊ ഇതെല്ലാം കണ്ട് പുള്ളിക്ക് അങ്ങ് പുഷ്ടിക്കാലുന്തീന കൺകൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. പുഷ്ടിക്കാലുന്തീന കൺകൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരെ വ്യർത്ഥം. നല്ലവനതിനില്ലൊരു വാദം, എന്നാൽ ദുർമതികൾ സൂഹികൾ മേഘുമതിൽ ഇടറി എന്നുള്ളം തിരതുല്യം.
അബദ്ധമായി. പാട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ചിന്തിക്കുന്നത്. അവർക്ക് വേദന ഒട്ടും ഇല്ലല്ലോ, ദേഹമെല്ലാം തടിച്ചുരുണ്ടിരിക്കുന്ന, കണ്ണു ഊന്തി നിൽക്കുന്ന. പുള്ളി അബദ്ധം കയറി പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യവും നേരത്തെ നിന്നെടുത്ത്. പിന്നെ എനിക്ക് ആസാബിനോടൊരു ബഹുമാനം. പുള്ളി ഇതെല്ലാം ചിന്തിച്ച് ഇങ്ങനെ പുൾപ്പിറ്റിൽ നിന്ന് പോകുന്നു. അപ്പോൾ ചിന്തിച്ച് അങ്ങ് പോകാറായപ്പോൾ പുള്ളിക്ക് പാട്ട് പാടുന്ന ടൈം വന്നു. ഉടനെ പുള്ളി റിട്ടേൺ വന്നു. അനാ ഒടുവിൽ ഞാൻ ദൈവാലയത്തിൽ വന്നു. ഇത് ചിന്തിച്ച് കുറെ അങ്ങോട്ട് പോയെങ്കിലും ടൈം ആയപ്പോൾ പുള്ളി തിരിച്ചു വന്നേച്ച് പുള്ളി ചോദിക്കുക, കർത്താവേ, അവരുടെ അന്തം എന്താകും? ഉടനെ ദൈവം പറഞ്ഞു, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ പറയാം, എടാ വിഡി, നിശ്ചയമായിട്ട് ഞാൻ അവരെ വഴിവഴിപ്പ് നിർത്തിയിരിക്കുക. ഉടനെ പുള്ളി അങ്ങ് ബലപ്പെട്ടു കേട്ടോ. ഉടനെ പുള്ളി പറയാ, എങ്കിലും എൻ്റെ വലങ്കയ്ക്ക് നീ പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ എന്നെ, അടുത്തത് പിന്നത്തേതിൽ എന്നെ ഇങ്ങനെ ബലപ്പെട്ടോണം. പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ക്ഷീണിക്കും, മനുഷ്യനല്ലേ. പക്ഷേ ക്ഷീണിച്ച് അതിലെ അങ്ങ് പോകരുത്, തിരിച്ചു വന്ന് ആത്മാവിൽ ബലപ്പെട്ടോണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു ആ വിഷയത്തിൽ ദൈവം പിടിച്ചു റാഗേലിനെ. ഇവള് യാക്കോബോട് പറഞ്ഞു, എനിക്ക് പിള്ളേരെ തന്നില്ലേ ചാകും. സ്വർഗം കേട്ടു. അപ്പൊ സ്വർഗം അന്നേ തീരുമാനിച്ചു, കൊച്ചിനെ തരും, നിന്നെ കൊല്ലും. നാവിന്മേലാ ജീവനും മരണവും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഈ രോഗം എന്നെ നശിപ്പിക്കത്തില്ല, ഞാൻ രക്ഷപ്പെടും. എൻ്റെ കുടുംബം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ തലമുറ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ കുടുംബത്തിലുള്ളവരെ ദൈവം ഈ കൃപയിൽ കൊണ്ടുവരും. ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറ. അബ്രഹാമും ചെറുക്കനും എല്ലാം കൂടെ യാഗത്തിന് പോവുക, കണ്ടിക്കാൻ കൊണ്ടുപോവുക, ഹോമയാഗമേ. ദൂരെ വച്ചപ്പുറം സ്ഥലം കണ്ടു. സ്ഥലം കണ്ടപ്പം പ്രഷർ കൂടിയൊന്നുമില്ല. നോക്കടാ എത്രയുണ്ടെന്ന്, 120 കൂടിയിട്ടുണ്ടോ? നോർമലാ. അബ്രഹാം നോർമൽ മാത്രമല്ല, എത്രയും പെട്ടെന്ന് കൊണ്ട് കൊച്ചനെ കണ്ടിക്കണമെന്നും പറഞ്ഞാ പോകുന്നത്. ഇന്നത്തെ അബ്രഹാം ആന്നേ കൊച്ചനോട് പറയാം, മോനെ കഴുതയ്ക്ക് ഉമ്മ കൊടുത്താട്ടെ, അന്ത്യചുംബനം, കാരണം ഇനിയും തമ്മിൽ കാണുമെന്ന്. അങ്ങനെ ഒത്തിരി കഴുതകൾക്ക് ഉമ്മ കൊടുക്കുന്ന ഇന്നത്തെ വീരന്മാരുണ്ട്. കഴുതയ്ക്ക് ഉമ്മ കൊടുത്താട്ടെ, ഒരു ഉമ്മ ഈ കഴുതയ്ക്കും കൊടുത്താട്ട്, ഈ കഴുതയ്ക്ക്. നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു കേട്ടോ. അബ്രഹാം പറഞ്ഞു, ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ ക്ഷമിക്കണം, ഞാൻ എൻ്റെ ശൈലി പറഞ്ഞെന്നേ ഉള്ളൂ, സോറി. അല്ല, ഇന്നത്തെ അബ്രഹാം ആന്നേ പറയും, കഴുതയ്ക്ക് ഉമ്മ കൊടുക്കുക, കഴുതയ്ക്ക് ചുംബനം കൊടുക്കുക. അബ്രഹാം ഒന്നും നിരാശപ്പെട്ടില്ല. അബ്രഹാമിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും ഈ കൽപ്പന നിവർത്തിക്കണം. ദൂരെ വെച്ച് അബ്രഹാം സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, പിന്നെയോ ഞാനും ബാലനും അവിടത്തോളം ചെല്ലും, കൊച്ചനെ കണ്ടിക്ക് ഞാൻ തിരിച്ചു വരുമെന്നാണോ? ഞാനും ബാലനും അവിടത്തോളം ചെല്ലും, യാഗം കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിച്ചു വരുമെന്ന്. അതിന് എന്തുവാ പറയുന്നത്? വിശ്വാസ പ്രഖ്യാപനം ഇല്ലയോ? ഫെയ്ത്ത് ഡിക്ലറേഷൻ. ഒരു ഇംഗ്ലീഷോട് ഇരിക്കട്ടെ, തെറ്റിയോ? എങ്ങനെയാ ഒപ്പിക്കുന്നെന്ന് എനിക്കും ദൈവത്തിന്. ഇന്ന് രാത്രി വിശ്വാസ പ്രഖ്യാപനമാണ്. എൻ്റെ ദൈവം എന്നെ വിടിവിക്കും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും, ഞാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറ. നിരാശയെ ശാസിക്ക്, അവിശ്വാസത്തെ ശാസിക്ക്, അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ഇന്ന് രാത്രി ശാസിക്ക്. ദൈവം നിന്നെ വിടിവിക്കും. ഇവിടെ നാവ് കൊണ്ട് പറഞ്ഞു, പിള്ളേരെ തന്നില്ലേ ചാകും, സ്വർഗം കാട്ടിച്ചു, കൊച്ചിനെ തരും, നിന്നെ കൊല്ലും. അതാ നടന്നത്. കൊച്ചിനെ കൊടുത്തു, അവളെ തീർത്തു. അപ്പൊ റാഗേൽ മരിച്ചു. അതും രക്തം മാറുന്നാ മരിക്കുന്നത്. മരിച്ചു. അവളെ ബേത്ലഹേമിന് പോകുന്ന എഫ്രാത്തിൽ. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. ദൈവത്തിന് 19-ാം വാക്യമല്ലേ? വായിച്ചോ. റാഗേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അവിടെ അടക്കി. അവിടെയാണ് യേശു ജനിക്കുന്നത്.
അതാ ബേത്ലഹേമിലെ എഫ്രാത്ത, അതന്നെ അവിടെ ജനിക്കാൻ കാര്യം. രണ്ട് കാര്യം എൻ്റെ ആശയത്തോടുള്ള ബന്ധത്തിൽ പറയാ. ഒന്ന്, മരണം നടന്ന സ്ഥലമാണ്. മരണം നടന്ന സ്ഥലമാണ്. കണ്ണുനീരും രക്തം വാർന്നു പോകുകയും മരണം നടന്ന സ്ഥലമായി സ്ഥലം. അതുകൊണ്ടാ മരണത്തെ ജയിച്ചവൻ അവിടെ ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരും ഇവിടെ രക്തം വാർന്നൊലിക്കണ്ട. അതിനു വേണ്ടിയാ യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു ജനിക്കാനുള്ളതിൻ്റെ ഒരു കാരണമാ പറഞ്ഞ. സമയം പോയതുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മൾ എടുത്ത വിഷയത്തിൽ വരണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇനി മടങ്ങി വരാം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. യേശുവിൻ്റെ തിരുജനനം വളരെ ശ്രേഷ്ഠമാണ്. ആ കർത്താവാകുന്ന യേശു ക്രിസ്തു പുത്രൻ. അതുകൊണ്ട് ഇന്ന് രാത്രി വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം, പുത്രനെ ചുംബിക്കണം. അത് ഒരു വിഷയമാ. സമയം എന്തുവായി? 9 ആയോ? ഒന്നും ആയില്ല. എന്നാൽ വായിച്ചിതാല്ലേ. ഞാനോർത്ത് ഇരിപ്പ് കണ്ടപ്പോൾ ഓർത്ത് 9:30 കഴിഞ്ഞെന്ന്. ഒന്നും ആയില്ല, സമയമൊന്നും ആയില്ല. ഞാനും പയ്യെ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം, ചുംബിക്കണം. ആ ചുംബനം തന്നെ ഒരു വിഷയമാ. നല്ല ചുംബനവും ഉണ്ട്, ചീത്ത ചുംബനവും രണ്ടുമുണ്ട് പുസ്തകത്തിൽ. ചീത്ത ചുംബനം അതുകൊണ്ട് പുസ്തകത്തിൽ. ഒരിക്കല് യോബാബ് അമാസയെ ഒന്ന് ചുംബിച്ചു. നല്ല ചുംബനമാണോ? യോബാബ് ദാവീദിന്റെ പെങ്ങടെ മകൻ, അനന്തരവനാ. അമാസയെ കയറി ഒരു ഉമ്മ. വലത്തെ കൈകൊണ്ട് അമാസയുടെ താടിക്ക് പിടിച്ചേച്ച് ഇടത്തെ കൈകൊണ്ട് താങ്ങും. എങ്ങനെയുണ്ട് ചുംബനം? ഇവിടെ വായിച്ചേ സുബി, ഇവരൊക്കെ ഞാനിപ്പോൾ എഴുതിയതാന്ന്, വേറെ ദിവസത്തിലുള്ളതാ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 20:9 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 20:9. യോവാബ് അമാസയോട് സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞു. ഒരു നല്ല പരുവത്തിന് വരിക. സഹോദര, സുഖമാണോ? സുഖിപ്പിക്കാൻ വരിക. സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്തു കൈ കൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. ആരാ? യോബാബ് അമാസയുടെ താടിക്ക് വലത്തു കൈ കൊണ്ട് പിടിച്ച്. എന്നാൽ യോബാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. എല്ലാരും ചുംബിക്കാൻ വരുന്ന നിന്നെ കനപ്പിക്കാനല്ല. മുഖസ്തുതി പറയുമ്പോൾ ചുംബനം തരാൻ വരും. ദുഷ്ടൻ ഒത്തിരി ചുംബിക്കുമെന്ന പുസ്തകത്തിൽ വാക്യം. എണ്ണമില്ലാത്ത ചുംബനം വന്ന. ഞാൻ അത് പ്രസംഗിച്ച അവിടെ തന്നെ നിന്ന് പ്രസംഗിക്കേണ്ടി വരും. വലത്ത് കൈ കൊണ്ട് താടിക്ക് പിടിച്ചേച്ച് ഇടത്ത് കൈയിൽ ആയുധം ഇരിക്കുക. മാസയുടെ അകത്ത് അടുത്ത വാക്യം വായിച്ച ഭയാനകമാ. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. എങ്ങനുണ്ട്? ചുംബിക്കാൻ വരുന്ന എല്ലാം നല്ലതിനല്ല. ഇതിന് ഇവിടെ ഒത്തിരി പറയാനുണ്ട്. കൺവെൻഷൻ നടക്കുമ്പോഴേ, യോഗം നടക്കുമ്പോഴേ ഒത്തിരി പേര് വരും ചുംബിക്കാൻ. ഇനി ഞാൻ തെളിച്ച് പറയണോ? അന്നേരം നമ്മൾ കർത്തൃമേശം തട്ടിക്കളഞ്ഞ് ശുശ്രൂഷം തട്ടിവെച്ച് മാറി ചുംബിച്ച് അവനുടനെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, ഒരാളുടനെ ജീസസ് പറഞ്ഞു, ഒരാളുടനെ 2 വാക്യം പറഞ്ഞു, വേറൊരാൾ 3 വാക്യം പറഞ്ഞു. ഉടനെ പ്രൈസ് ദി ലോർഡ്. ഉടനെ നമ്മളെല്ലാം കൂടെ മാറി ചുംബനം. കനപ്പിക്കാനാ? എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ. തേപ്പ് പറയുന്നു ഉള്ള കാര്യമായി പറയുന്നേ. വചനത്തിൽ നിന്നാ. ഈ ഉത്സവം നന്നാകണമെന്ന് ആനയ്ക്ക് ഒരു താല്പര്യവും ഇല്ല. ഉണ്ടോ? ആന ഇങ്ങനെ കരിമ്പ് കിട്ടുന്നുണ്ടോ, പനപ്പട്ട കിട്ടുന്നുണ്ടോ, ശർക്കര ഉണ്ട് എവിടെ? നമ്മൾ ഓർക്കുന്ന ഈ ആന ഉത്സവം നന്നാക്കാൻ. എടാ, ഇതിനകത്ത് വന്ന് കയറുന്ന ആനയല്ല ഉത്സവം നന്നാക്കാൻ കയറുന്ന ആനയല്ല. അവൻ വന്ന് അവന്റെ കരിമ്പ് ഇവിടെ കിടക്കുന്നു, ശർക്കരയുണ്ട് എവിടെയാ, കൽക്കണ്ട ഇവിടെ വല്ലതും വെച്ചിട്ടുണ്ടോ, പനമ്പട്ട എവിടാ കിടക്കുന്നത്? ഇല്ലയോ?
ആരോട് പറയാനാ? പണ്ടൊരാൾ പറഞ്ഞ പോലെ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ച പോലെ. ദൈവമക്കൾ സമയങ്ങളെയും ഭേദാഭേദങ്ങളെയും വിവേചിക്കണം. സർപ്പ ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഭയപ്പെടുക. ഈ സഭയെ കുറിച്ചൊരു ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇതിപ്പോ പൊതുവിൽ അങ്ങ് പറയാം, ഒരു സഭയുടെ കാര്യമല്ല, പൊതുവില എങ്ങനെയാലും ഒരു കസാരയിൽ ഇരിക്കുന്ന കാലം എന്തേലും ഒക്കെ ഒന്ന് ഉണ്ടാക്കണം, പിള്ളേരെ ഒന്ന് സെറ്റപ്പ് ആക്കണം, മുങ്ങണം. പൗലോസിന് സഭയെ പറ്റി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അറിയാമോ? 2-3 വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 3-ാം വാക്യവും 7-ാം വാക്യവും 28-ാം വാക്യവും. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പൊ ഒന്ന്, സഭയെ പറ്റി ഒരു എരിവുണ്ട്. നമുക്കൊരു എരിവും പുളിയില്ലല്ലോ. ചെല്ലി പറയാം, പണ്ട് എരിഞ്ഞതാണ്, എന്തുവായിരുന്നു ഉമ്മായിരുന്നു പെടൽ വെട്ടിക്കുന്നല്ലാതെ. സഭയെപ്പറ്റി എരിവുണ്ടായിരിക്കണം. ഈ എരിവെന്നുള്ളതിന് ശരിയായ ഭാഷ തീഷ്ണത എന്നാ. തീഷ്ണത, അതാ എരിവ്, തീഷ്ണത. പക്ഷെ പലർക്കും ഈ നല്ല എരിവല്ല. അവന്റെ കസാരയും അവന്റെ സ്ഥാനവും മാനവും അവന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള എരിവ. അല്ലാതെ ജനത്തെ നിത്യതയിൽ എത്തിക്കണമെന്നോ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നോ അവര് മാനസാന്തരപ്പെടണമെന്നോ ജനം നന്നാകണമെന്നുള്ള എരിവൊന്നും അല്ല. നല്ല എരിവും ഉണ്ട്, അല്ലാത്ത എരിവും ഉണ്ട്. വാക്യം ഞാൻ വചനത്തിൽ നിന്ന് തരാമെന്ന്. സുബി, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 ആദ്യം വായിച്ചേ. വചനത്തിൽ നിന്ന് തരാം. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത്, അവര് നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. നിർത്ത്. അപ്പൊ ഗുണം പിടിപ്പിക്കാനുള്ള എരിവ് അല്ലിത്. ആരോട് പറയാൻ? ഗുണത്തിനല്ല. നമ്മളിപ്പോ ഓർക്കുന്ന ചിലര് ഭയങ്കര എരിവോടെ നിൽക്കുന്ന ഗുണത്തിനല്ലെന്ന്. അവന് ഉള്ള കാലത്ത് 10 പുത്തനുണ്ടാക്കണം, അവനെ ഇരിക്കുന്ന കാലത്ത് അവന്റെ കസേര സുരക്ഷിതമാക്കണം, അവന്റെ പിള്ളേര് നല്ല സെറ്റപ്പ് ആകണം, ഒക്കെന്നെങ്കിൽ 2-3 വീട് പണിയണം, വണ്ടി മേടിക്കണം. അങ്ങനെയല്ല. ചില നല്ലൊരു പാസ്റ്റർ പറഞ്ഞു, ഇപ്പൊ ശുശ്രൂഷയില്ല, എന്നാ പിള്ളേര് പറഞ്ഞു ഇനി ഒന്നിനും പോകണ്ട. അതെന്നാ? പിള്ളേര് സെറ്റപ്പ് ആയല്ലോ, ഒരു ഇതായി. അപ്പൊ പിള്ളേരെ നന്നാക്കാൻ വേണ്ടി ആ പുള്ളി ഇതുവരെ. ഒന്നുകൂടെ വായിക്ക, എല്ലാരും കേട്ടില്ലെന്ന് തോന്നുന്നു, കേക്ക്. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. അയ്യോ, ഗുണത്തിനുള്ള എരിവല്ല. നിങ്ങളും അവരെ കുറിച്ച് എല്ലാം വായിക്കാൻ നേരമില്ല. ചെറുക്ക് ഭയങ്കര എരിവാ, അത് ഗുണത്തിനല്ല. നമ്മളിത് കേൾക്കുമ്പോൾ ഓർക്കിക്കോ സഭയോട് ഭയങ്കര മിക്കവാറും ദീപസ്തംഭം, മഹാചര്യം. എന്നാൽ നല്ല എരിവുണ്ട് കേട്ടോ. 18 വായിച്ചേ. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത്. നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നവരുണ്ട്. ഇങ്ങനെ പറഞ്ഞ വിഷയം വിട്ടുപോകും, അതുകൊണ്ട് ആ ഭാഗത്തൊന്നും തൊടുന്നില്ല. ദൈവത്തിന് ഗുണത്തിനുള്ള എരിവുണ്ട്, നല്ല ദോഷത്തിനുള്ള നമുക്ക് ഏതാണ്ട് ചിന്തിച്ചോണം. അപ്പൊ പൗലോസ് ഒന്ന് പറയുക, ഒന്ന് സഭയെ പറ്റി എനിക്ക് എരിവാ, 2 ഭയപ്പെടുന്ന. 3-ാം വാക്യം വായിച്ചേ. 3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 പൗലോസിന് സഭയെ പറ്റി ഭയമാ. ഇപ്പോഴത്തെ ഈ പോക്കും രീതിയും കണ്ടിട്ട് ഭയം വരുന്നെന്ന് വിവരിക്കുന്നില്ല. 7-ാം വാക്യം വായിച്ചേ. 7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ. അപ്പൊ 3, നമ്മളൊന്ന് താഴുന്ന നല്ലതാ. സഭ നന്നാകാൻ നമ്മൾ താഴുന്നത്. ചില പറയത്തില്ലയോ, ഞാനെങ്ങനെ താന്നിട്ട് ഇവിടെ ഒരുത്തനും ആരാധിക്കണ്ട, ഞാൻ ഇവിടുത്തെ മെയിൻ ആളാ.
അച്ഛാനങ്ങ് ഞാൻ ക്ഷമ ചോദിക്കുകയല്ല, ഇവനൊക്കെ വേണേ ഇവിടെ ഇരുന്നാൽ മതി, ഇതെൻ്റെ വല്യപ്പൻ കൊടുത്ത സ്ഥലമാ. ചില പറഞ്ഞ് കേട്ടിട്ടില്ല, നിങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലയോ? ഓ, ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആന്ന്. ഈ ഹാള് പണിതത് എൻ്റെ മോൻ കാണണേന്ന് കാശയച്ചാന്ന്. അതുകൊണ്ട് ഞാൻ ആണ് വേടാ. പണ്ടൊരു വല്യപ്പൻ സഭയ്ക്ക് മോട്ടർ മേടിച്ചു കൊടുത്ത് പാസ്വാട്ട് ഉടക്കുണ്ടാക്കിയപ്പോൾ ആള് രാത്രി വന്ന് മോട്ടർ എടുത്തോണ്ട് പോയി. പാഷയുടെ പെമ്പള രാവിലെ കിണറിച്ചൊരു ദൂരമാണ്. പാഷ പെമ്പള മോട്ടർ ഓൺ ചെയ്തിട്ട് വെള്ളം വരുന്നില്ല. അച്ചായ പൈപ്പിന് എന്തോ കൂടെ പാഷും ഭാര്യയും കൂടെ അവിടെ എല്ലാം തപ്പ്, എവിടെ ഏത് ടാപ്പാടി ഇത് ടാപ്പ് തിരിക്കുന്നു, അത് പിടിച്ച് തിരിക്കുന്നു, അയാൾ വലിഞ്ഞ് കയറുന്നു മണ്ടയിലോട്ട്. മൂപ്പിലെ രാത്രി മോട്ടർ ഒഴിച്ചുകൊണ്ട് പോയി, വേലക്കാരനെയും കൊണ്ടുവന്ന്. പാഷും എല്ലാം കൂടെ കിടന്ന് ഉറങ്ങിയപ്പോഴേ പാതിരാത്രി ഇവർ കിടന്ന് സ്വിച്ച് ഇടുക. ഓ, ഞാൻ അവരുടെ ബന്ധക്കാർ വല്ലൊരു ഉണ്ടെങ്കിൽ പേരറിയായിരുന്നു, ഞാൻ പേരൂടെ പറഞ്ഞാനുമായിരുന്നു. ആ, അയ്യോ, ഇങ്ങനെ ഒത്തിരി ഉണ്ടെന്ന്. പൗലോസിന്റെ ഹൃദയം എന്നാ? ഒന്ന്, ഞാൻ എരിയുന്നു. എന്തിനാ? ഗുണത്തിന് വേണ്ടി. രണ്ട്, എനിക്ക് ഭയമാ. എന്താ? ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നു. മൂന്ന്, ഞാൻ അങ്ങ് താഴുക. പ്രിയരെ, സഭ നന്നായി പോകാൻ നീ ഒന്ന് താഴുന്ന നല്ലതാ. സഭ നന്നായി പോകാൻ നീ ഒന്ന് തോറ്റു കൊടുക്കുന്ന നല്ലതാ. സഭ നന്നായി പോകാനേ നമ്മളൊന്ന് ക്ഷമ ചോദിക്കുന്നത് നല്ലതാ. ഞാൻ അങ്ങനെ പ്രസംഗിച്ച അത് തന്നെ പ്രസംഗിക്കാനുണ്ട്. അതങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. യോബാബ് അമാസിയെ ചുംബിച്ചു. നല്ല ചുംബനമല്ല. ഒരു കൈ കൊണ്ട് താടിക്ക് തലോടലും മറ്റേ കൈ കൊണ്ട് ആയുധം ഇവന്റെ. അങ്ങനല്ലേ ഇപ്പം കാണുമ്പോ പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോകുമ്പോ നല്ല എഴുത്താ കൊള്ളിച്ച് എഴുതുന്നേ. വാട്സപ്പിനകത്തൂടെയും എന്തോ അതിന് പറയുന്നേ, നിന്റെ അസ്ഥി ദൈവം ഓടിക്കും, നിന്റെ സന്തതിക്കും ഗുണം വരികയല്ല. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, ജീവിക്കുന്ന ഭക്തന്മാർക്കെതിരെ, ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കെതിരെ, ഉപദേശിക്കുന്ന വിശ്വാസിയൊന്നും വകഭേദമില്ല. ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ നീ ആമൻ ആയുധം കയറ്റാൻ തുടങ്ങിയാൽ, ആമൻ സ്തോത്രം, ദൈവം നിന്നെ വിടുകയല്ല. ആ ചോദ്യമൊക്കെ നല്ല തേൻ ചേർത്ത് വർത്താനമല്ലേ? ഒന്നുകൂടെ വായിച്ച് 9-ാം വാക്യം. യോവാബ് അമാസിയോട് സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞു. ഹായ് ബ്രദർ, ഹൗ ആർ യു? ഒരു ഇംഗ്ലീഷ് കുടിക്കട്ടെ. ഉടനെ അമാസ പറഞ്ഞു, വെരി ഫൈൻ. ഇവൻ എന്നിട്ട് താടിക്ക് തലോടിയിട്ട് ഇടത്തേക്ക് ആയുധം. ഈ ചുംബനം നല്ല ചുംബനമാണോ? അല്ല. അതുകൊണ്ട് ദൈവമക്കൾ നന്നായിട്ട് വിവേചിക്കണം കേട്ടോ. സമയാസമയങ്ങളെയും ഭേദാഭേദങ്ങളെയും. കൃപാവരം ഒന്നും അധികം പ്രാപിച്ചില്ലെങ്കിലും വിവേചനാവരം വേണം. പേരും അഡ്രസ് ഒന്നും ഇപ്പൊ പറയണ്ട. റീന മോളി KL4 4230. ഓടാ, നീ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അകത്തു വരുന്നവൻ, ഇടപെടുന്നവൻ, കൈതരുന്നവൻ എന്തിനാന്ന് വിവേചിക്കാനുള്ള കൃപയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാ അത്യാവശ്യം. ഈ ചുംബനം നല്ല ചുംബനമല്ല. ഒത്തിരി ഉണ്ട് പറയാൻ. ചുംബനം തന്നെ വേറെ ഉണ്ട്. കുഴപ്പടി പിടിച്ച ചുംബനമുണ്ട്. വാക്യമായതുകൊണ്ട് പറഞ്ഞേക്കല്ലേ പാസ്റ്റേ? വാക്യമായതുകൊണ്ട് പറഞ്ഞോട്ടെ. 13:7 സദൃശവാക്യം. ഇല്ല, തള്ള കയറി ചുംബിച്ച കാര്യമാണ്. 13:7. സുബിയേ, ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവൻ. 13:9 അല്ലേ? നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കും, ദുഷ്ടന്മാരുടെ വിളക്കും. ഞാൻ ആ വാക്യം അങ്ങ് മറന്നു പോയല്ലോ. ഞാൻ എത്രയാ പറഞ്ഞേ? അല്ലല്ല, സോറി, 7:13. 7:13.
അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. കിടക്കുന്നത് അവൾ അവനെ പിടിച്ച്, ഇത് വേറൊരു ചുംബനം. ആരാ അവള്? വായിച്ച 5-ാം വാക്യം. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. അതാ ഇതള്ള ഏതാന്ന് മനസ്സിലായല്ലോ. 10-ാം വാക്യം കൊണ്ട് ചേർത്ത് വായിച്ചു. പെട്ടെന്നിതാ വേശ്യാവസ്ത്രം ധരിച്ചു ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ ചേടി അവനെ പിടിച്ച് ഒരു ചുംബനം കൊടുത്തു. പരസ്ത്രീയുടെ വേശ്യാസ്ത്രീയുടെ ചുംബനത്തിൽ ആരും പെട്ടുപോകരുത്. ചുംബനം ഒത്തിരി ഉണ്ട്. അത് തന്നെ വലിയ വിഷയമാണ്. യോബാവിന്റെ ചുംബനം, പരസ്ത്രീയുടെ ചുംബനം, ദൈവത്തിന് മഹത്വം. ചീത്ത ചുംബനങ്ങളായതല്ല. ഓർമ്മയൊരിക്കൽ ചുംബിച്ചല്ലോ, ആത്മാർത്ഥതയുള്ള ചുംബനമല്ല. അല്ല. പക്ഷെ അമ്മായിയമ്മ ചുംബിച്ചു. 2 പേര്. അമ്മായിയമ്മ മരുമക്കളെ 2 പേര്. 1:7 വായിച്ചേ സുബി. 1:7. രൂത്ത്. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നൊവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. ചുംബിച്ച ഒരു പദവും കൂടെ ഉണ്ട്. ചുംബിച്ച് അവർ ഉച്ചത്തിൽ കരഞ്ഞു. ചുംബിച്ച് ഇവർ ഉച്ചത്തിൽ. അമ്മായിയമ്മ മരുമക്കളെ ചുംബിച്ചതാ, രൂത്തിനെയും ഓർപ്പയും. പക്ഷെ ഓർപ്പ പിന്നെ ഒരു ചുംബനം കൊടുത്തു. രൂത്ത് ചുംബിച്ചില്ലെങ്കിലും രൂത്ത് കൂടെ ഉണ്ടായിരുന്നു. നല്ല ഈ ഓർപ്പയുടെ ചുംബനം നല്ല ചുംബനമല്ല, ചീത്ത ചുംബനമാണ്. പോകാനുള്ള പോക്കിന് കൊടുത്തതാ. നല്ല ചുംബനങ്ങളും ഉണ്ട് വേറെ പുസ്തകത്തിൽ. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. നല്ല ചുംബനമുണ്ട്. ഇസഹാക്ക് വയസ്സ് എന്ന് വൃദ്ധനായപ്പോൾ സ്തോത്രം വേട്ടയിറച്ച് നിന്നേച്ച് പിള്ളേരെ അനുഗ്രഹിക്കണം. യാക്കോബ് അമ്മയുടെ ഞാൻ പോയി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി. അപ്പാ നല്ല ടോണിലാണ് വിളിച്ചത്. അപ്പാ ഉടനെ കണ്ണ് കാണാൻ വേണ്ടി പുള്ളി ചോദിച്ചു, ആരാ? ഞാൻ നിന്റെ മൂത്ത മകൻ യേശാവാപ്പാ. ഉടനെ അപ്പം പറഞ്ഞു, വാടാ എന്നെ ഒന്ന് ചുംബിച്ചേ. ചെന്നൊരു ഉമ്മ, സൂത്രത്തിലുള്ള ഉമ്മയാ കേട്ടോ, കളിപ്പീരിൻ്റെ ഉമ്മയാ. എന്നാൽ ആത്മാർത്ഥമായി ചുംബിച്ചവരുണ്ട്, ആത്മാർത്ഥമായി ചുംബിച്ചതുണ്ട്. ദൈവത്തിന് മഹത്വം. അത് ഓട്ടെ, ഞാൻ അങ്ങ് നിർത്തുക. ആത്മാർത്ഥമായി ചുംബിച്ചത് ഒന്ന്, യോസേപ്പ് അപ്പനെ ഒന്ന് ചുംബിച്ചു. ഡെഡ് ബോഡി 50-1 പെട്ടെന്ന് വായിച്ചു. ഉൽപ്പത്തി 50-1 പെട്ടെന്ന് വായിച്ചു. നല്ല ചുംബനമാണ് അത് കേട്ടോ, ആത്മാർത്ഥമായി കരഞ്ഞ് ചുംബിച്ചു. അപ്പോൾ യോസേപ്പ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു എന്ന് പറഞ്ഞ അപ്പനെ സംരക്ഷിച്ചേച്ചാ ചുംബിച്ചത്. ഇവിടെ കുറെ അവന്മാരുണ്ട്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കല, എന്നിട്ട് മലന്ന് കിടക്കുമ്പോ അല്ല കർണം പൊട്ടി കണ്ണേലങ്ങ് ഉരച്ചു തേക്കണം. മനസ്സിലായി? ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. ഇവിടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ, വേണ്ടപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ നന്നായി ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ ഡെഡ് ബോഡി എടുക്കാതിരുന്ന് അങ്ങ് കമന്ന് കിടക്കുക. ഉമ്മ കൊടുക്കുമ്പോഴും വീഡിയോ നോക്കുക, ഒക്കുന്നുണ്ടോ എന്ന്. എൻ്റെ കുമ്മ. പക്ഷെ യോസേപ്പ് അപ്പനെ ചുംബിച്ചത് ആത്മാർത്ഥമായിട്ടാ. അപ്പനെയും തന്റെ സഹോദരന്മാരെല്ലാം അവൻ കനാനിൽ നിന്ന് കൊണ്ടുവന്ന് ഗോശൻ ദേശത്ത് പാർപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് അപ്പൻ മനോസമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടാ കടന്നുപോയത്. അന്നേരം യോസേപ്പ് സങ്കടം വന്നു, വേർപാടിന്റെ വേദന. അപ്പന്റെ മുഖത്ത് ചുംബിച്ചു. നല്ല ചുംബന. എല്ലാം വിവരിക്കുന്നില്ല. ചീത്ത ചുംബനത്തിന് അഗ്രഗണ്യനായ യൂദ, അറിയാമല്ലോ. നല്ല ചുംബനത്തിന് ഉദാഹരണമായ യോസേഫ്. പിന്നെ ഉണ്ട് ഒത്തിരി പേര്. നല്ല ചുംബനം. യോനാഥാൻ ദാവീദുമായിട്ട് ചുംബിച്ചല്ലോ, നല്ല ചുംബനമാണ്. അപ്പനാകുന്ന ശൗല് ദോഷമെല്ലാം ഒപ്പിക്കുമ്പോൾ യോനാഥാന്റെ ഹൃദയം ദാവീദിന്റെ മനസ്സോട് പറ്റി നിന്നേച്ച് ഗോതമ്പ് വകയിൽ വെച്ച് ഉടമ്പടിയൊക്കെ ചെയ്തേച്ച് പറഞ്ഞു, ദൈവം നിന്നെ രാജാവാക്കും, ദൈവം നിന്നെ ഉയർത്തും, നീ നീതിമാനാ, ദൈവം നിന്നെ ഉയർത്തും.
രണ്ടുപേര് ചുംബിച്ച്. നല്ല ചുംബനമാ കേട്ടോ, ദൈവത്തിന് മഹത്വം. ഇവിടെ നമ്മുടെ വിഷയം വഴുകി വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ആ ചുംബനം എങ്ങനത്തെ ചുംബനമാണ് ചോദിച്ചാൽ മറിയ ചുംബിച്ചതുപോലെ ചുംബിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറിയ യേശു വീട്ടിൽ വന്നപ്പോൾ ആമൻ ആ പരിമള തൈലം കൊണ്ട് പൂശി ആമൻ അവിടുത്തെ തൃപ്പാനത്തിലാ ചുംബിച്ചത്. അല്ലേ, തൃപ്പാനത്തിലാ. ഒന്ന് ചുംബിച്ച് നിർത്തിയില്ല. കർത്താവ് എടുത്തു പറഞ്ഞു, ഞാൻ വന്നപ്പം മുതൽ അവള് ഇങ്ങനെ പറഞ്ഞു, ഇടപെടാതെ ചുംബിച്ചെന്ന്. ഞാൻ ആ റബറിന്റെ സംഘം മറന്നു, നിങ്ങൾ കണ്ടെങ്കിലൊന്ന് വായിച്ചേ. ഇടപെടാതെ ചുംബിച്ചെന്ന്. അങ്ങനെ തന്നെ ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ തന്നെ ഇടപെടാതെ ചുംബിച്ചെന്ന. നിങ്ങൾ ആ വാക്യം കണ്ടെങ്കിൽ ഒന്ന് വായിച്ചൊന്ന് സഹായിക്കണേ. ഇടപെടാതെ ചുംബിച്ചെന്ന, ഇടപെടാതെ ചുംബിച്ചെന്ന. എത്രാം വാക്യമാ? 45 40 45 വായിച്ചേ. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. ഒന്ന് ചുംബിച്ചു നിർത്തിയില്ല. പന്തിരുവരിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയ്ക്ക് കാണിച്ചു കൊടുപ്പാ. പന്തിരുവരിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയ്ക്ക് കാണിച്ചു കൊടുപ്പാ. ആ കഷ്ടം കഷ്ടം തന്തയ്ക്ക് കാണിച്ചു കൊടുപ്പാ. അപ്പോൾ ബഥാനിയിലെ വീട്ടിൽ വന്ന് ആമൻ എന്തിനേറെ മറിയ ആമൻ പരിമള തൈലം പൂശി ഇടവിടാതെ ശിമോന്റെ വീട്ടിൽ വെച്ച് ഇടവിടാതെ ചുംബിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. നമ്മെ നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ ഈ വഴിയിൽ ദുഷ്ടശക്തികളുണ്ട്. കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാ. വഴിയിൽ വെച്ച് നശിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ. ഈ ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയോട് തുലനം ചെയ്യാം. നമ്മളല്ല യാത്രക്കാരാ, വഴിയാത്രക്കാരാ. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ. പണ്ട് ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നപ്പോൾ പണ്ട് രാമായണം വായിച്ചപ്പോൾ അതിനകത്ത് 1-2 വരികളുണ്ട്. ഹൈന്ദവ സ്നേഹിതന്മാർക്കറിയാം. ആ വരി ഇങ്ങനെ: പാന്തർപ്പരിവഴി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നക സമാനകളത്ര സുഖം നൃണ. അപ്പം നല്ല വരികളാണ്, എഴുത്തച്ഛൻ്റെ വരികളല്ലേ, മലയാള ഭാഷയുടെ പിതാവ്, നല്ല ശുദ്ധ മലയാള പദങ്ങളാണ്. പാന്തർപ്പരിവഴി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ. പാന്തർ വഴിയാത്രക്കാര്, പെരുവഴി അമ്പലം തന്നിൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വാഹന സൗകര്യമോ മോട്ടോർ വാഹന സൗകര്യങ്ങളില്ലാത്ത സമയത്ത് പഴയ ആൾക്കാർക്കറിയാം നടന്നാ പോകുന്നത്. അപ്പോൾ വഴിയമ്പലമുണ്ട്, സത്രമുണ്ട്. പല ദേശത്തു നിന്ന് പല നാട്ടിൽ നിന്ന് വരുന്നവരെ അന്തി ഉറങ്ങാൻ അവിടെ ഒന്നിച്ച് തങ്ങി രാവിലെ അവനവൻ്റെ സ്ഥലത്തേക്ക് അവനവൻ യാത്രയാകും. അതാ പാന്തർ. അപ്പൊ പാന്തര് പെരുവഴി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ. തീർന്നില്ല, നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നദിയാ ഒഴുകുന്ന കാഷ്ടം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല, നദിയിൽ കൂടെ വരുന്ന തടിക്കഷണമെന്ന അർത്ഥം. വലിയ മലവെള്ളം വരുമ്പോൾ വലിയ തടികൾ ഒഴുകി വരും. നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ചക്ഷുത്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാകിനാപരിഗ്രസ്തമാ ലോകവും ആലോലചേരസാഭോഗങ്ങൾ തേടുന്നു. ത്വക്മാംസ രക്താതി വിൺമൂത്രരേതസാ സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള ധ്രുവം ദേഹോഭിമാന നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം. മതി, എത്രയോ ചൊല്ലുന്നുള്ളൂ. നാളൊരു തള്ള പറഞ്ഞ് ബന്ധനങ്ങൾ ഇനി അഴിയാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിർത്തുക. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഞാനും നിങ്ങളുമെല്ലാം വഴിയാത്രക്കാരാ.
അല്ല, എന്തിനാഭിഷേകം വിട്? നമ്മുടെ ആത്മീക ലോകത്ത് ശ്രേഷ്ഠരാകുന്ന ധാരാളം ഗാനരചയിതാക്കളുണ്ട്, വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ. എല്ലാവരും മൺമറഞ്ഞു പോയി. പക്ഷെ എന്ത് നല്ല പാട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നല്ല പാട്ടുകളാ, പഴയ പാട്ടുകളെ. പുതിയത് എല്ലാം കൊള്ളുകയെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും പണ്ടൊരാൾ പറഞ്ഞാൽ ഉപ്പോളം ഒക്കുമോ. പഴയ പാട്ടുകളൊക്കെ പാടിയ ഇപ്പോഴും ഒന്നുകൂടെ ഒരു ചൈതന്യം ഉണ്ട്, അത് അനുഭവിക്കുന്നവർക്കറിയാം. അപ്പൊ പാട്ടുകാരെല്ലാം നമ്മളെ പാടി ഓർപ്പിക്കുന്നത്. യൂസ്തു ജോസഫിന്റെ ഒരു വരിയുണ്ട്, മരുവഴിയിൽ പരദേശി തളരാതെ താങ്ങുക ബലം നീ കുറയാതെ, മരുവഴിയിൽ പരദേശി തളരാതെ. നല്ല പാട്ടാ. ബഗുകരുണയിൻ സിന്ധോ ദീനരിൻ ബന്ധോ വരവിനു താമസം ഇനിയെന്തോ. ബഗുകരുണയിൻ സിന്ധോ ദീനരിൻ ബന്ധോ വരവിനു താമസം ഇനിയെന്തോ. അപ്പോൾ മരുവഴിയിൽ പരദേശി, നമ്മളല്ല യാത്രക്കാരാ. മധുരകിട മധുരഗായകനാ മൺമറഞ്ഞ ശ്രേഷ്ഠനായ കർത്തദാസൻ എം.ഇ. ചെറിയാച്ചൻ, കുറിയന്നൂര്. പിന്നെ മധുരയ്ക്ക് പോയി പ്രേക്ഷിത വേല ചെയ്ത ശ്രേഷ്ഠ ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം സാധാരണക്കാർക്കും പാടി സന്തോഷിക്കാവുന്ന പാട്ടാണ്. സൈമൺ സാറിൻ്റെ പാട്ട് അത്ര ഒക്കത്തില്ല, എല്ലാവർക്കും കയറി കൈവെക്കാൻ ഒക്കത്തില്ല. എന്ന് എം.ഇ. ചെറിയാച്ചാൻ്റെ പാട്ട് എല്ലാവർക്കും നല്ല പാടാ. ആ പാട്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു പാട്ടില്ലേ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെ. അപ്പം അറിയാവുന്നത് പാടിയാൽ ഇത് തന്നെ ഗതി. എന്നാ പിന്നെ അറിയാൻ മേലാത്ത ഞാനങ്ങ് പാടിക്കോളാം. ഏതായാലും ഞാൻ തന്നെ യാതം മുട്ടണം. അപ്പോൾ ചെറിയാച്ചൻ ഓർപ്പിക്കുന്നത് നമ്മളെല്ലാം യാത്രക്കാരാ. കുമ്പനാട് കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 100 വർഷത്തിന് മുമ്പ് ഏകയായിട്ട് വിശ്വാസത്തിൽ വന്ന ധീരവനിതയാ അന്നമ്മമാമൻ ഏകയായിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. യൗവനകാരി അധ്യാപിക വൃത്തി നിർത്തി സുവിശേഷ നിമിത്തം വീട്ടിൽ നിന്ന് ഇറക്കി. ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, അറിയാവുന്നവരുണ്ടല്ലോ എന്നേക്കാൾ നന്നായിട്ട്. ഒരു പാണ്ടക്കെട്ടും ഒരു കൊടയായിട്ട് ബൈബിളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ക്ഷീണിച്ചില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരുമില്ല. ഇതുപോലെ ബന്ധുക്കോസുകാരൊന്നും വന്നുമില്ല. ആ ധീര വനിത തളർന്നില്ല. ഉടനെ തന്നെ പേനയെടുത്ത് എഴുതി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ജീവൻ വച്ചിയും രക്ഷകനായി അന്ത്യശ്വാസം. അതെല്ലാം വിവരിക്കാൻ നേരമില്ല. ഈ പാട്ടുകളൊക്കെ ഇപ്പൊ പാടുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അന്തരീക്ഷം അന്നേരം മാറുക. അത് കണ്ടുകൊണ്ട് ഇപ്പം ചില പാട്ട്, എല്ലാ പാട്ടുമല്ല, ചില പാട്ടുമായിട്ട് കൊച്ചുങ്ങൾ ഇറങ്ങിയിരിക്കുക. എന്നിട്ട് പറയാം സ്തുതിച്ചാട്ടെ, ആരും കൈയടിക്കാതെ ഇവരങ്ങ് അടുപ്പിക്കുക, കരങ്ങൾ അടിച്ചാട്ടെ. ആരടിക്കാനാ? നാളൊരു വല്യപ്പൻ അടിച്ചയച്ച അവതാനം അയാൾ തളർന്ന് വയ്യ, അങ്ങ് ട്രില്ല് എഴുന്നേറ്റാട്ടെ. എന്തോ മെനക്കേടാന്നറിയാമോ? അങ്ങ് അടുപ്പിക്കുക. ഇന്നാളൊരാൾ വന്ന് കൈ കൊണ്ടുവന്നവരെല്ലാം കൈ, പിന്നെ ആരാ കൈയില്ല ഇങ്ങോട്ട് വന്ന് എന്നാ വെടല വർത്താനമൊക്കെയാന്നാ. കൈ കൊണ്ടുവന്നവരല്ല എന്ന് പറഞ്ഞ എല്ലാം വെച്ചുകെട്ടുമായിട്ട് വന്നതല്ലേ. എന്നാൽ പഴയ പാട്ടുകൾ ഇപ്പൊ പാടിയാലൊന്നും നിർബന്ധിക്കണ്ട. കൈ അടിക്കും, സ്തോത്രവും ചെയ്യും, നൃത്തവും ചെയ്യും. കാരണം അതിനൊക്കെ നല്ല ചൈതന്യമുള്ള പാട്ടുകളാണ്. പുതിയ പാട്ടെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ചില പാട്ടുകൾ നല്ലതാ, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ നമ്മളീ പക്ഷെ പെന്തിക്കോസുകാർ ഈ ട്യൂണും സ്വരവും കേട്ട പാട്ടിന് വിലയിരുന്നേ അല്ല. നമ്മുടെ പാട്ടെല്ലാം വചനത്തിന്റെ ഉപദേശത്തിലുള്ള പാട്ടായിരിക്കണം. അല്ല ട്യൂണ് കേട്ടും സ്വരത്തിന്റെ മാധുര്യം കൊണ്ടല്ല പാട്ട് ദൈവമക്കൾ വിലയിരുത്തേണ്ടത്. ഒന്നുകൂടെ പറയാം, നമ്മളോട് ചോദിക്കുന്ന ആരാ പാടിയത്? ഇന്നയാളാ. ആരായിരുന്നു നിന്റെ എന്തുവാ എന്ന് പറഞ്ഞു? ഇതിനെല്ലാം ഓർക്കസ്ട്രയോ, കമ്പോസിങ്, ഊന്താം. അത് തെറ്റാന്നല്ല ഈ പറഞ്ഞേ. കമ്പോസിങ് ചെയ്തത് ആരാന്നോ, എഴുതിയത് ആരാന്നോ,
ആര് പാടിയെന്നോ സ്വരം എങ്ങനെ ഉണ്ടായിരുന്നു അതല്ല വിഷയം. ഇതിനകത്ത് ഉപദേശവുമായിട്ട് യോജിക്കുന്നുണ്ടോ? അതാ പ്രമാണം. പിന്നെ ഞാൻ അതിലൊന്നും അഭിപ്രായം അധികം ഇപ്പം പറയുന്നില്ല. ഇവരെന്നേക്കാൾ നല്ല കാര്യങ്ങൾ ഈ സംഗീതമായിട്ട് ആസ്വദിക്കണമെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചവരും അറിവുള്ളവർ പറഞ്ഞത് സംഗീതത്തിനകത്ത് സംഗീതം ഉണ്ടായിരിക്കണം, സാഹിത്യവും ഇല്ലേ? അങ്ങനല്ലേ? അതാ ആ രണ്ടും കൂടെ ഒക്കുമ്പോൾ അത് സാറിൻ്റെ പാട്ടുകളൊക്കെ അതുകൂടെ നല്ല എഫക്റ്റായിട്ട് നിൽക്കുന്ന പാട്ടുകളൊക്കെ നല്ല പ്രയോഗങ്ങളാണ്. നമുക്ക് ഒക്കത്തില്ല അതൊന്നും. ഒക്കാത്ത എന്തിനാണ് നമ്മൾ ചെയ്യുന്ന? ഒക്കത്തുണ്ടല്ലോ. ആദിപ്രാസവും അന്തിപ്രാസവും പിന്നെന്തുവാ ദ്വിതീയാക്ഷര പ്രാസവും അത് വളരെ ശ്രദ്ധിച്ച് പാടണം. ആട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം എന്തായാലും ഒരു കാര്യം പറയാം, പഴയ പാട്ടുകാരെല്ലാം ഇപ്പോഴും ഉണ്ട് നല്ല പാട്ടുകൾ. ചിലത് പാട്ടുകാരെല്ലാം പാടി ഓർപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വഴിയാത്രയിൽ നമ്മെ നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ വഴിയിൽ ശക്തമായ പോരാട്ടങ്ങളുണ്ട്. വേഗത്ത് നിർത്താം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം എന്നാ ഇത് പിടിച്ചോ, അല്ലേ പിന്നെ നിങ്ങൾ പറയും പിന്നെ ഇളകുക എന്ന് പറയും. പെട്ടെന്ന് നിർത്താം. ഇനിയിപ്പോൾ ഇതേ ഉള്ളത് തന്നാൽ പിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ വായിക്കാം. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ വഴിയിൽ വന്ന ശക്തികൾ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഇനി കമ്പിവാചകം പോലെ വായിച്ചോണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ, വേഗത്തിൽ പറയുക. ആവർത്തനം 25-17. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. മതി. അപ്പോൾ നമ്മുടെ വിഷയം വഴിയിലുള്ള പോരാട്ടമാണ്. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള പ്രയാണവേളയിൽ ഇവരെ തകർത്ത് കളയുവാൻ വഴിയിൽ വന്ന ശക്തിയാണ് അമാലേക്ക്. നമ്മുടെ കുറുവാക്യം വഴിയിൽ വെച്ച് നശിക്കരുത്. അപ്പോൾ ഇവരെ വഴിയിൽ വെച്ച് നശിപ്പിക്കുവാൻ എതിർത്തു വന്ന ദുഷ്ടശക്തിയാണ് അമാലേക്ക്. ഇസ്രായേൽ ആരാ? ഒറ്റവാക്കി പറയാ, ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. അതെന്താ? ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരാ. ആ കുഞ്ഞാട് മറ്റാരുമല്ല, നസറേനാകുന്ന യേശു ക്രിസ്തു. കടന്നു പോകുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയാതെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ യേശു ക്രിസ്തു ദൈവ കുഞ്ഞാടാ. ആ കുഞ്ഞാടിന്റെ പ്രത്യേകത, ലോകത്തിന്റെ പാപം, ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം പാപമാണ്. അതല്ലേ യെശയ്യാ പറഞ്ഞ അകൃത്യഭാരം ചുമക്കുന്ന. ഈ ഭാരം ആര് വഹിക്കും? മനുഷ്യൻ വർഷങ്ങളായിട്ട് കിടന്ന് ചിന്താഭാരത്തോടെ ഈ ഭാരം ആ ഭാരം വഹിക്കാൻ ആ ദൈവ കുഞ്ഞാട് വന്നത്. അതുകൊണ്ടാ യേശുവിനെ ചൂണ്ടിക്കൊടുമ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. അത് ചുമക്കുക. ഇത് വലിയ ഭാരമാ. ദീർഘശ്വാസമൊക്കെ വിടുന്ന കണ്ടില്ല, ഓരോ കാര്യം ചിന്തിച്ചു. വലിയ ഭാരമാ. കോളേജിൽ പഠിച്ച കാര്യവും പോയ കാര്യവും എല്ലാം തന്നെ ഇരിക്കുമ്പോൾ ഓർത്തിട്ട് ഒന്നും അറിയാൻ മേല. സെക്കൻഡ് ഷോയ്ക്ക് പോയതും ഇതിലെല്ലാം പോയതെല്ലാം ഓർത്തേച്ചേ വലിയ ഭാരമാ. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരം പാപഭാരമാ. അത് ചുമക്കുവാനും വഹിക്കുവാനുമാ ദൈവ കുഞ്ഞാടാകുന്ന യേശു വന്നത്. സ്തോത്രം. അപ്പൊ ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. ആബീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുത്തു. ആ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാരുടെ കുറുമ്പടിമേൽ പുരട്ടി എന്ന് പറഞ്ഞാൽ ഇവര് രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇസ്രായേൽ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അത് രക്ഷാനിർണയം. ഈ രക്ഷിക്കപ്പെട്ടവര് പിന്നെ അവിടെ നിന്നില്ല, അവര് മിസ്രയീം വിട്ടു. ചിലര് രക്ഷിക്കപ്പെട്ടു പിന്നെയും പെട്ടു. പെട്ട് അങ്ങനല്ല, രക്ഷിക്കപ്പെട്ടു പെട്ടെന്നല്ല, രക്ഷിക്കപ്പെട്ടു വിട്ടു.
പലരും പെട്ടുകിടക്കുക, രക്ഷിക്കപ്പെട്ടിട്ടും പെട്ടുകിടക്കുക. രക്ഷിക്കപ്പെട്ടിട്ടും പെട്ടുകിടക്കരുത്. രക്ഷിക്കപ്പെട്ടവൻ വിട്ടോണം. എന്തോ വിടണം? മിസ്രയീം വിടണം. മിസ്രയീം എപ്പോഴാ വിടുന്നത്? പൂർണ്ണമായിട്ട് വിടുന്നത്. മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് ചെങ്കടല് കടന്ന് അക്കരെ കയറുമ്പോഴാണ്. അന്നേരം ആ മിസ്രയീമായുള്ള പൂർണ്ണ ബന്ധം മാറുന്നത്. ഇത് ചെങ്കടലിന്റെ തീരത്ത് വന്നേച്ച് കടന്ന് പാടുക, പറവോനു ഞാനീ. എന്നിട്ട് അവൻ പെമ്പളോട് പറഞ്ഞു, ഈ വീട്ടിൽ നമ്മുടെ അതിരെ കിടന്നാന്നല്ലോടാ. എൻ്റെ പാവനെയാ. പറവോനും പെമ്പളയും കൂടെ പറഞ്ഞു, ഇവൻ നമ്മുടെ അതിരെ തന്നെ കിടന്ന് പറവോന് ഞാനിനി അടിമയിലെന്ന്. അണ്ണ ഭാര്യ പറഞ്ഞു, ഓ ഇവിടെ എങ്ങാനും കിടന്ന് പാടട്ടെ. പറവോന് ഞാനിനി അടിമയല്ലെന്ന് പാടേണ്ടത് ചെങ്കടൽ കിടന്ന് അക്കരെ കയറുമ്പോഴാണ്. അതല്ലേ ഇക്കരെ വെച്ച് ഒറ്റപ്പാട്ട് പാടിയില്ലല്ലോ. ഇല്ല, പാടിയില്ല, പാടാനൊക്കത്തില്ല. ഇക്കരെ വെച്ച് ഒറ്റപ്പാട്ട് പാടിയില്ല. ഇക്കരെ വെച്ച് എന്നാക്കിയായിരുന്നു. ഇവിടെ പാട്ടും പ്രാർത്ഥന, ഇവിടെ മുഴുവൻ എന്തുവാ? വായിച്ച സുബി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2, 3, 4, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4, 5, 6, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 4, 5, 6. പെട്ടെന്ന് വായിച്ചോ. അല്ലല്ല, എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം വാക്യം വായിച്ചു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ അംഗമൊക്കെ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പിറുപിറുത്തു. അടുത്ത വാക്യം. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കും. അപ്പൊ മിസ്രയീമിൽ പാട്ടും പ്രാർത്ഥനയില്ല, പിന്നെ എന്തുവാ? ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇങ്ങനെ പൂച്ച മണം പിടിച്ചിരിക്കുമ്പോൾ ഇരിക്കുക. സംഖ്യ 11:4 വൈര്. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹ ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് ആരാധിച്ചെന്നല്ല, പിന്നെന്തുവാ? അതാ പറഞ്ഞ മിസ്രയീമിൽ ആരാധനയൊന്നുമില്ല. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, അതും കാശ് മുടക്കി ഒന്നും കഴിക്കത്തില്ല. കാശ് മുടക്കി ചെല്ലുണ്ട്. ഒറ്റ കല്യാണം വിടുകയല്ല, വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കുകയല്ല. കല്യാണം വിളിച്ചോണ്ടേ മാപ്പിളയും പെമ്മളും കൂടെ വെളുപ്പിനെ അങ്ങ് ഇറങ്ങും. ഇറങ്ങിച്ച് ചെറുക്കനും പെണ്ണും വരുന്നതിന് മുന്നേ അവിടെ നിന്ന് വെച്ചാൽ അവിടെ കുടിക്കുന്ന ജ്യൂസ് മുഴുവൻ കന്ന് വെള്ളം കുടിക്കും പോലെ നിന്നങ്ങ് ഊറ്റി കുടിക്കുക. കാരണം ഫ്രീ അല്ലേ, ഫ്രീ. അതെന്നതാ? അത് പപ്സ്. ഇതെന്നതാ? അത് സമൂസ. അതെന്നതാ? അത് ഏത്തക്ക പൊരിച്ചതാ. അതെന്നതാ? അത് ഉപ്പേരി. ഇതെന്നതാ? അത് കിഴങ്ങ് നിങ്ങളത്തി കണ്ട് എന്നെ പറയുന്നത്. ആ ഫ്രഞ്ചോ ജപ്പാനോ എന്തേലും തള്ളതിൽ നിന്ന് മടുക്കുക. ജപ്പാനും ഫ്രഞ്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, വെളുപ്പിനെ അങ്ങ് ഇറങ്ങുകയും ചെയ്യും. പണ്ട് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാ. ഈ അവർ ഇച്ചിരി അവരുടെ രീതിയിൽ അങ്ങ് ചെയ്തതാ. ഈ വലിയ വള്ളം പോലെ വെച്ചിട്ട് അതിനകത്ത് ഓറഞ്ചും മുന്തിരി എല്ലാം ഇങ്ങനെ, എന്തുവാ അതിന് പറയുന്നേ? ഞാൻ നോക്കുമ്പോൾ ഈ തള്ള വായിനകത്ത് അതെല്ലാം കുത്തി അവസാനം സിപ്പിടാൻ മേലെ മുന്തിരി തള്ളി നിൽക്കുക. സിപ്പിടാൻ മേലെന്ന് യോ ഈ പന്നം പിടിച്ചതിനെയല്ല. ഇല്ലാത്ത തള്ളയല്ല, അല്ല കാശുള്ളിടത്ത് പന്ന തള്ളയാ. അല്ല കാശില്ലാത്ത തള്ളയൊന്നുമല്ല. കാശില്ലാത്തവനാന്ന് ഇല്ലാത്തതുകൊണ്ട് അത് ആഗ്രഹത്തിന് 2 മുന്തിരി എടുത്തോണ്ട് ഈ കോടിക്കണക്കിനുള്ള വെടല. അയ്യോ അങ്ങ് ആർത്തിയാ ഇതിനല്ല. ഞാനുള്ള കാര്യമായി പറയാന്നേ. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങ് പരവീടെ അടിച്ചങ്ങ് ജീവിച്ചു പോയി. കുറച്ചൊക്കെ മര്യാദ വേണ്ടേ? പോട്ടെ, അത് വിടുക. ഇവര് മിസ്രയീമിൽ വെച്ച് ഒന്നുകൂടെ വായിച്ച 11:4 വായിരേ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള കാശ് മുടക്കി ഒന്നും ചെയ്യത്തില്ല. അതാ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണം വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നുമില്ല. ഇനി സംഖ്യാപുസ്തകം 21:4
പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ പർവ്വതത്തിങ്കൽ ചെന്ന് ഞങ്ങളുടെ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ധനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. അടുത്ത വാക്യം, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. കാരണം അവിടെ മുഴുവൻ അപ്പം തീറ്റയായിരുന്നു. ഇവിടെ വന്നപ്പോ അത് ഇല്ലെന്ന് ഇവരങ്ങ് പറയും. അപ്പം ദൈവം കൊടുക്കുന്നുണ്ട്, ഇവൻ ബോധിച്ചപ്പമില്ല, ഇവൻ ഉന്നം വെച്ചതില്ല. ഇവിടെ ശക്തിമാന്മാരുടെ അപ്പം അല്ലയോ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ഈ മിസ്രയീമിൽ വെച്ച് അവൻ ആരാധിച്ചെന്ന് ഒരൊറ്റ വാക്യമില്ല. മിസ്രയീമിൽ വെച്ച് ഇറച്ചി തിന്നുന്നുണ്ട്, കള്ളസാക്ഷ്യമാന്നേലും മീൻ തിന്നുന്നുണ്ട്, ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, സവോളയും കൊച്ചുള്ളിയും തിന്നുവന്റെ അല്ല ഊപ്പാട് വന്ന് നാറ്റ കേസാ. ഉള്ളി തിന്നാറ് കലിയോ, അത് 3 ടൈപ്പ് ഉള്ളി, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവോളയും അപിച്ചു നിന്ന് വേണ്ടിയല്ല ഊപ്പാട് വന്ന്. അപ്പൊ ഒറ്റ വാക്യം പോലും ഇല്ല ആരാധിച്ചെന്ന്. പിന്നെ ആരാധിച്ചത് എപ്പോഴാ? 14-ാമത്തെ അധ്യായത്തിൽ പറവോനെ സൈന്യത്തെ ചെങ്കടലിൽ ദൈവം തെള്ളിക്കിട്ടു, ഈയം താഴ്ത്തും പോലെ താഴ്ത്തു. അവൻ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ മറുകര കയറ്റി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന ഒരെണ്ണത്തിനെ കാണാനില്ല. അപ്പോൾ മോശയും അഹരോനും എല്ലാം കൂടെ പാട്ടുപാടി എന്നാ വായിച്ച് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ച് പുറപ്പാട് 15:1. മോശയും ഇസ്രായേൽ മക്കളും അന്ന് ഇതിന് പുറകെ പാടിയില്ലെന്ന്. അന്ന് മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാ? ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും. അവൻ മഹോന്നതൻ, അവിടുന്ന് മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ പോട്ടെ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ആട്ടെ. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു, അവൻ എന്റെ ദൈവം. അപ്പൊ 15-ാം അധ്യായത്തിൽ ആ പാടി ആരാധിക്കുന്നത്. എന്നിട്ടോ ആ 20-ാം വാക്യം വായിക്കുക. 20. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്ത സ്ത്രീകളെല്ലാരും കൂടെ തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ചുരുക്കി പറഞ്ഞാൽ 14-ാം അധ്യായത്തിലോ 13-ാം അധ്യായത്തിലോ 12-ലോ അല്ല, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ 14-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെ ആരാധനയോ പാട്ടോ പ്രാർത്ഥനയോ കാണുന്നില്ല. കാരണം അതുവരെ മിസ്രയീമില്ല. പിന്നെ എപ്പോഴാണ് ആരാധിച്ചത്? ചെങ്കടല് കടന്ന് അക്കരെ കയറി. അക്കരെ വേറൊരു രാജ്യമാണ്. ചെങ്കടല് കടക്കാത്തിടത്തോളം കാലം അത് ഫറവോന്റെ അധീനതയിലാ. എന്നാ എപ്പോഴാ ഇവർ ആരാധിച്ചത്? ചെങ്കടല് കടന്ന് അക്കരെ കയറിയപ്പോൾ ആരാധിച്ചത്. ചെങ്കടൽ എന്തിനെ കാണിക്കുന്നു? ഇത് സ്നാനത്തെ കാണിക്കുന്നു. വായിക്കുമ്പോ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10:1 മുതൽ ഓടിച്ചു വായിച്ചോ. നിർത്തുക പെട്ടെന്ന് വായിച്ചോ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിങ്കിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിൽ സ്നാനമേറ്റ മോചയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവനെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ. അവർ കുടിച്ചതേ ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും അവരിൽ മിക്കവേലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുതെന്ന ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒറ്റ വാക്കി പറയാ, ഇവര് സ്നാനപ്പെട്ടവരാ. അപ്പൊ എല്ലാരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. സകല മനുഷ്യനും രക്ഷിക്കപ്പെടണം, സകല മനുഷ്യനും സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാ. സ്നാനം യേശുവിന്റെ കൽപ്പനയാ. യേശു മാതൃക കാണിച്ചു. യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അവൻ ആദ്യം സ്നാനപ്പെട്ടത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 8 പേരാ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറി. പിന്നെ ഒന്നിച്ചൊരു സ്നാനമാ പുറപ്പാട് 14-ാം അധ്യായം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെല്ലാം സ്നാനപ്പെട്ടു. നമ്മുടെ സ്നാനം എന്തോ സ്നാനമാ? വിശ്വാസ സ്നാനം. വിശ്വാസമുള്ളവൻ മുങ്ങുന്ന കണ്ടോണ്ട് വിശ്വാസമില്ലാത്തവൻ മുങ്ങിയാൽ അവൻ പിന്നെയും മുങ്ങും. വിശ്വാസമുള്ളവൻ മുങ്ങുന്ന കണ്ടോണ്ട് വിശ്വാസമില്ലാത്തവൻ മുങ്ങിയാൽ അവൻ പിന്നെയും മുങ്ങും. വായിക്കേ എബ്രായ ലേഖനം 11:29. പെട്ടെന്ന് വായിച്ചോ. എബ്രായർ 11. എല്ലാം വാക്യം ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. 11:29.
വിശ്വാസത്താൽ ആ. അവർ കരയിലെന്ന വിശ്വാസത്താൽ അവർ ആരാ? ഇസ്രായേൽ മക്കള്. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്ത പദം, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കി, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. അതാ നമ്മുടെ കൂടെ മുങ്ങിയ പല പുള്ളിക്കാരും പൊങ്ങാതെ പിന്നെയും മുങ്ങുന്നേ. പിന്നെ എവിടെ വെച്ചാലും കാണുമ്പോൾ നമ്മളിക്കും പ്രൈസ് ലോഡ് മുങ്ങിയതാണ്. പിന്നെ എവിടെ? കൊട്ടാരക്കര വെച്ച് മുങ്ങിയതാ. എന്നിട്ടോ പിന്നെയും മുങ്ങി. കോട്ടയത്ത് പോയി മുങ്ങിയതാ. അന്നോ? എന്നിട്ടോ പിന്നെയും മുങ്ങി. ഞങ്ങൾക്കൊരു അമ്മക്കുട്ടി കൊച്ചമ്മ ഉണ്ടായിരുന്നു. പുതുപ്പള്ളി പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്നു അച്ചായന്, ഇട്ടിമാണിയിലെ പുതുപ്പള്ളി പള്ളി. കൊച്ചമ്മ വചനത്തിൻ്റെ സത്യമെല്ലാം മനസ്സിലായി സ്നാനപ്പെടണം. അച്ചായം കൊല്ലും. പുതുപ്പള്ളി പള്ളിയിലെ പ്രധാന ആൾക്കാരല്ലേ. കൊച്ചമ്മയ്ക്ക് അങ്ങ് സങ്കടം. അന്ന് ബി ജി മാത്യു സാറാ ടാബർനാക്കിലിരിക്കുന്നത്. കൊച്ചമ്മ വെള്ളം കുറവുള്ള സമയമാണ്, വറവിൻ്റെ പക്ഷേ കൈതപ്പാലത്ത് തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. കൊച്ചമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുക. വെള്ളം അപ്പോൾ തുണി കഴുകിക്കൊണ്ടിരിക്കുക. ഈ വചനമെല്ലാം ഓർത്ത് പുള്ളിക്കാരി തന്നെ അങ്ങ് സ്നാനപ്പെട്ടു. തന്നെ മുങ്ങിയച്ച് പിറ്റേന്ന് ഞായറാഴ്ച വന്ന് ബി ജി മാത്യു സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ സ്നാനപ്പെട്ടു. അയ്യോ എപ്പം? കാരണം പുള്ളി ആ സുവിശേഷം പറഞ്ഞു. എപ്പം? ഇന്നലെ. ആര് സ്നാനം? ആരുമില്ല, ഞാൻ തന്നെ അങ്ങ് മുങ്ങിയെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം. ഒരു കണക്കാട്ടെന്ന് ഓർത്താ. പിന്നെ സാറ് വചനമെല്ലാം പറഞ്ഞ് പിന്നെ കൊച്ചമ്മയെ മുക്കി. കൃപയാൽ അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. സകല എണ്ണവും കൃപയോ. ഇപ്പോൾ കൊച്ചമ്മ അമേരിക്കയിലുണ്ട്. നാളെ ഞാനൊന്ന് കണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ടായിരുന്നു. അവർ കത്തോലിക്കെന്ന് വന്നതാ. സ്നാനപ്പെട്ടു. അയ്യോ പ്രശ്നമായി. ഭർത്താവിനോട് പറഞ്ഞു ഭാര്യ സ്നാനപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞു അവൾ എന്നോട് ചോദിക്കാതെ മുങ്ങുകയെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് പന്തയം മുറക്കി 101 രൂപ. 40 കൊല്ലം മുമ്പ്, 40-50 കൊല്ലം, 101 രൂപ വിലയുണ്ട്. പന്തയം മുറുക്കിയ ചച്ചായം വീട്ടിൽ വന്നപ്പം പുള്ളിക്കാരി സ്നാനപ്പെട്ടു. അറിഞ്ഞു, വിളിച്ചു, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. കൊച്ചമ്മ അപ്പം 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. കൊച്ചമ്മ അഭിഷേകം പ്രാപിക്കാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. ഈ പ്രതികൂലമൊക്കെ അല്ലേ. എന്നാൽ ശക്തിപ്പെട്ടു. കൈയൊക്കെ നന്നായിട്ട് അടിക്കുക. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എങ്കിലും മനോഭാരമുണ്ട്. വീട്ടിൽ പ്രശ്നമാണ്. അന്നേരം ആ പുള്ളിക്കാരൻ വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്ന് വിളിച്ചപ്പോഴേ അയലത്തുകാരെല്ലാം ആദ്യം വന്നു. അങ്ങനെ ആണല്ലോ, അവരെല്ലാം വന്നു. അപ്പം കൊച്ചമ്മ ഇങ്ങനെ സ്തോത്രം പറഞ്ഞു. സ്തോത്രം ഇങ്ങനെ പതുക്കെ. അപ്പം ചോദിച്ചു, നീ മുങ്ങിയോ എന്ന് ചോദിച്ചു. കള്ളം എങ്ങനെയാ പറഞ്ഞത്? മുങ്ങി. ഒറ്റയടി കൊടുത്തു. പുള്ളിയുടെ തീർത്തടിച്ചു. ഒറ്റയടിക്ക് കൊച്ചമ്മ അഭിഷേകം പ്രാപിച്ചു. അതാ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പറയുന്നത്, മിക്ക സഭയിൽ ഈ അച്ചായനെ ഒന്ന് കൊണ്ടുപോവുക എന്നെങ്കിൽ ഒരുമാതിരി പെട്ടതല്ല. ഉമ്മാരിക്കണം ഒറ്റയടി അടിക്കുക, അവൻ അഭിഷേകം പ്രാപിക്കുക എന്നേ. കൊച്ചമ്മ അച്ചായൻ അടിച്ചുകൊണ്ട് അഭിഷേകം പ്രാപിച്ചല്ല. അവർ പ്രതികൂലത്ത് നിൽക്കുക, സ്വോത്രം പറഞ്ഞ് ജാഗരിച്ച്. ഈ അടി ഒന്നും ഏറ്റില്ലെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. അറിഞ്ഞു പോലും ഇല്ലെന്ന് അടിച്ചത്. അടിച്ച് താഴെ കിട്ടു. കൊച്ചമ്മ ആത്മാവ് നിറഞ്ഞു. അപ്പൊ പുള്ളി ഓർത്തത് തെറി പറയുമായിരിക്കുമെന്ന്. മുടിക്കുത്തിന് കയറി പിടിച്ചേച്ച് പുള്ളി ചോദിച്ചു, ഇനി സ്നാനപ്പെടുവോ എന്ന് ചോദിച്ചു. കൊച്ചമ്മ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. കയറിപ്പോവാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചിന്തിച്ചത് എല്ലാ യോഗത്തിനും പിടിച്ചങ്ങ്. അയ്യോ സ്നാനം ഒന്നേ ഉള്ളൂ. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്
യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവ ഞാനിപ്പോൾ വന്നിരിക്കെ, സാഫല്യമേകിടുവ ഞാനിപ്പോൾ വന്നിരിക്കെ, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം. കിഴക്കുപുറത്തുള്ള എല്ലാവരോടും മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. സകല സമീപവാസികളോടും എന്നെ കേൾക്കുന്നവരോടും ദൂരത്തും ജാരത്തും ഒക്കെ ഇരുന്ന് കേൾക്കുന്നവരോട് മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. യോഹന്നാൻ ഈ വചനം അംഗീകരിച്ചതിനാൽ, യോഹന്നാൻ ഈ വചനം അച്ഛന് പാട്ടറിയാം, എനിക്ക് വലിയ ആശ്വാസമായി. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ആകയവൻ, കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങൾ ഗയമൻ. ഉയർപ്പിൻ കഞ്ചുകത്തെ നമ്മൾ ധരിക്കും അന്ത്യനാളിൽ, ഉയർപ്പിൻ കഞ്ചുകത്തെ നമ്മൾ ധരിക്കും. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവീ, നിമജ്ജനം കഴിപ്പാൻ വന്ന. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരാ ഇസ്രായേല്? ഒന്ന് രക്ഷിക്കപ്പെട്ടവരാ, രണ്ട് സ്നാനപ്പെട്ടവരാ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ പോരാട്ടം തീരുകയല്ല, പോരാട്ടം തുടങ്ങുക. ഇവർക്കെതിരെ വന്ന പോരാട്ടം അമാലേക്കിന്റെ പോരാട്ടം. ആരാ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ ജഡം. ഉൽപ്പത്തി 36:12. ഏതായാലും സമയം പോയി രണ്ട് കാര്യം ഇവിടെ പറയാം. നന്നായിട്ട് പോയെന്നറിയാം. ബാച്ചയെ നോക്കിയിട്ടൊന്നും ഇനി കാര്യമില്ല. നിർത്തുക. തിമ്ന എന്ന ഞാൻ അങ്ങ് പറയാം. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീപ്പാസിന്റെ വെപ്പാട്ടിയായിരുന്നവൾ എലീപ്പാസിന് അമാലേക്കിനെ പ്രസവിച്ചെന്ന് ഏശാവിന്റെ കൊച്ചുമകനാ. ഇത് ജഡത്തെ കാണിക്കുന്നു എന്ന് എവിടെ വെച്ച് തുടങ്ങി? രബീദിം പുറപ്പാട് 17:8. എതിലേക്കൂടെ വന്ന് പുറകിൽ കൂടെ ആവർത്തനം 25:17. പുറകിൽ കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നു പോയൊരു പുറകില്. ക്ഷീണിക്കാനും തളരാനും കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, നല്ല മന്ന കൊടുത്തതാ. പിന്നെന്താ ക്ഷീണിക്കാൻ കാര്യം? വഴക്ക്. പുറപ്പാട് 17 എടുത്ത വഴക്കുണ്ടാക്കിയിട്ട് പുറകിൽ പോയി ഈ തക്കം നോക്കി പുറകിൽ കൂടെ അമാലിലേക്ക് കയറി വന്നു. അമാലിലേക്ക് വന്നപ്പോൾ നശിപ്പിക്കാൻ വന്നതാ വഴിയിൽ. എങ്ങനെ ജയിക്കാം? പറഞ്ഞു നിർത്താം. മോശയ്ക്കൊരു കാര്യം പിടികിട്ടി. അമാലിലേക്ക് തകരണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. മോശ യോശുവയെ പടക്കളത്ത് വിട്ട് അഹരോനെയും ഹൂറിനെയും കൂട്ടി ദൈവത്തിന്റെ വടിയുമെടുത്ത് കുന്നിൻ മുകളിൽ കയറി. എന്തിനാണെന്നറിയോ? പ്രാർത്ഥനയ്ക്ക് മുടങ്ങാൻ. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. വഴിയിൽ വെച്ച് നശിപ്പിക്കാൻ വന്ന ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. മോശ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് ഒതുങ്ങുന്നില്ല. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു. ഇങ്ങനെ വായിക്കുന്ന മോശയുടെ കരമുയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. വിശുദ്ധന്മാര് കരമുയർത്തി പ്രാർത്ഥിക്കണം, വിശുദ്ധമതികൾ കരമുയർത്തി പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുരുഷന്മാർ കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരമുയർത്തി പ്രാർത്ഥിക്കണം. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പം കൈ താഴുന്നു. രണ്ടുപേര് ഒരു അഹരോനും കൂരും കല്ല് പിടിച്ചിട്ട് മോശയെ പിടിച്ച് അതിലോട്ടിരുത്തി ഇടത്തും വലത്തും അപ്പുറം കൈ ഇങ്ങനെ താങ്ങി കൂട്ടായ്മയുടെ വലങ്കരം. ഇന്നത്തെ അഹരോനും കൂരുവാന്നെ വലിയ കല്ല് പിടിച്ച് പുള്ളിയുടെ ഉച്ചയിലോട്ടും. കാരണം പുള്ളി കണ്ണടച്ചിരിക്കുകയല്ലോ, ഇടാൻ നല്ല പരുവമാണ്. മുടുത്ത കല്ലെടുത്ത് പുള്ളിയുടെ തല മൂർത്താവിലോട്ട് പുള്ളി ഇരുന്ന്. എന്നിട്ട് ഇവന്മാർ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പറയും, ഇരിപ്പായി പോയെന്നാ. അടുത്തവൻ ഉടനെ എഴുതുക, എങ്ങനെ ശോഭിച്ചതായിരുന്നു. ഉടനെ വേറൊരുത്തൻ, എല്ലാവരുടെയും ഗതി ഇങ്ങനെ. ഉടനെ അടുത്തവന്, ഇനി ആരായി സ്ഥാനത്ത്. അപ്പൊ ഇവന്മാരെല്ലാം കൂടിയാ ഒതുക്കിയത്. ഇന്നും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ ഹൂരും അഹരോനും കൈ താങ്ങി. ഒരു ചിന്ത പറഞ്ഞ് ദൈവദാസന്മാരുള്ളത് കാണാൻ എൻ്റെ സഹപടന്മാരോട് പറയാം. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ അഹരോൻ ചേട്ടൻ, ഹൂര് അളിയൻ, ചേട്ടനും അളിയനും താങ്ങാനുണ്ട്. എൻ്റെ സഹപടന്മാരായ മാന്യ കർത്തദാസന്മാരോട് പറയാ, നിങ്ങൾക്ക് കൈത്താങ്ങ് തരാൻ ആരുമില്ലെങ്കിൽ ക്ഷീണിക്കരുത്. തെളിവ്
യോശുവ ഹായി പട്ടണം പിടിക്കാൻ പോയി. ആദ്യം തോറ്റു തുന്നം പാടി ആകാനെ പിടികൂടി കല്ലെറിഞ്ഞു കൊന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനി പൊക്കോ, വിടുതല. യോശുവ പതിയിരിപ്പുകാരെ നിർത്തി വെച്ച് യുദ്ധത്തിന് ചെന്നപ്പോൾ പതിയിരിപ്പുകാരെ തീ വെച്ചു. ഹായി പട്ടണക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തപ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞു, കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തുക. ആ യോശുവയുടെ പുസ്തകം 8:18 കിടപ്പുണ്ട്. യോശുവ കയ്യിലുള്ള കുന്തമെടുത്ത് ഹായിക്ക് നേരെ ഏന്തി. ഒരു പുസ്തകത്തിൽ വായിച്ച 28 കിലോ ഉണ്ടെന്ന്, 28 8 ആയിക്കോട്ടെ, നീ അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. കനമുള്ള കുന്തം ഇങ്ങനെ ഏന്തി നിൽക്കുക. ആ 2 വാക്യം വായിച്ച് നിർത്തുക. 8:18 വായിച്ച 8:18. യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. യോശുവ കുന്തം എടുത്ത് ഇങ്ങനെ ഏന്തി നിൽക്കുകയാ. എത്ര നേരം നിന്നു? 26 വാക്യം. ഹായി പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. അവരെ നിർമൂലമാക്കുന്നത് വരെ. എന്റെ സഹോദരന്മാരോട് പറയാ, മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോ 2 പേര് താങ്ങാനുണ്ട്. പക്ഷെ യോശുവ കുന്തം പിടിച്ചു നിന്നിട്ട് ആരും താങ്ങാനില്ല. ഇട്ടേച്ചും പോയില്ല, ഒരു കുന്തം എന്ന് പറഞ്ഞുമില്ല. നമ്മളാണ് പറ ഒരു കുന്തം. യോശുവ ഇതൊന്നും മിണ്ടിയില്ല, അങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. ഹായി പട്ടണക്കാരെ നിർമൂലമാക്കുന്നത് വരെ. സങ്കീർത്തനക്കാരൻ പാടിയ ഒരു പദവ നമുക്കറിയാം. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവിങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോള് ഹായി പട്ടണക്കാരെ നിർമൂലമാക്കുന്നത് വരെ. എന്താ ഇട്ടേച്ച് പോകാൻ ക്ഷീണിക്കാഞ്ഞത്? വേലക്കിറങ്ങിയപ്പോഴേ കർത്താവ് യോശുവയോട് പറഞ്ഞു, പേടിക്കരുത്, ഭ്രമിക്കരുത്, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവ് അത് പറഞ്ഞു വെച്ചാ പോയത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.